ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയഃ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ ഷഷ്ഠസ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുള്ള വൃത്രാസുരൻ എന്ന ഒരു കഥാപാത്രത്തെ പറ്റിയാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. വൃത്രാസുര ഹൃദയത്തിലെ ഉജ്ജ്വല ഭക്തി എന്ന വിഷയം തന്നെ വച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ടേ കേട്ടിട്ടുള്ള ദേവന്മാർ നല്ലവർ, അസുരന്മാർ ചീത്തവർ എന്നൊരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൃത്രാസുരന് ഭക്തി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അതും ഉജ്ജ്വല ഭക്തിയായി കഴിഞ്ഞാൽ അത് വളരെ അത്ഭുതമാണ്. അത്ഭുതമാണ് ശരിക്കും. കേട്ട പരീക്ഷത്തിന് പോലും തോന്നിയിട്ടുണ്ട് ഇത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി എന്ന്. അസുരനായിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ ഉപദ്രവിച്ച് സ്വയം സുഖിക്കാനുള്ള സ്വഭാവം ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേഷമാണ്. അതിലിരിക്കുമ്പോഴും ഈ ഭക്തിയുടെ ഭാവം കാണിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവനെ തോൽപ്പിക്കണം എന്ന ചിന്ത നിറഞ്ഞു വരുന്ന യുദ്ധകളത്തിലും ഇതേപോലെ ഭക്തിയുടെ ഭാവം നിറച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രീ ശുക ബ്രഹ്മഋഷി എന്ന ആചാര്യൻ്റെ അടുത്ത് പരീക്ഷിത്ത് എന്ന ശ്രോതാവ് ചോദിക്കണമെന്നുണ്ട്, വൃത്രസ്തു സ കഥം പാപ സർവലോകോപതാപന ഇത്തം ദൃഢമതി കൃഷ്ണ ആസീൽ സംഗ്രാമ ഉൽബണേ. പാപിയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു വൃത്രന് കൃഷ്ണനിൽ, അതായത് ഭഗവാനിൽ എങ്ങനെയാ ഇത്ര ഉറച്ച ബുദ്ധി ഉണ്ടായത്? അതിനെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അവിടെ പരീക്ഷത്തെ കാണുന്നുണ്ട്. നമുക്ക് ആ ഭാഗ്യം എങ്ങനെയാണ് അദ്ദേഹം കാണുന്നതെന്നൊന്ന് ആദ്യം ആലോചിച്ച് നോക്കാം. എന്നാലേ ഈ ഉജ്ജ്വല ഭക്തിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. പരീക്ഷിത് രാജാവ് അവിടെ പറയുന്നുണ്ട്, എത്ര ചരാചരങ്ങളാണ് ഈ ലോകത്തുള്ളത്, അതിൽ നിന്ന് എത്ര ജീവജാലങ്ങളാണ്. അതിലൊരു മനുഷ്യനായിട്ട് ജന്മം കിട്ടണമെച്ചാൽ നല്ലോണം ഭാഗ്യം വേണം എന്ന്. ഇതും നമ്മുടെ പൂർവിക ആചാര്യന്മാർ ധാരാളം പറഞ്ഞു കേൾക്കുന്ന ഒരു ആശയമാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത്രയൊന്നും തോന്നില്ല. ഇതിപ്പോൾ എന്താ മനുഷ്യനായിട്ട് പിറക്കുക, പക്ഷിയായിട്ട് പിറക്കുക, അല്ലെങ്കിൽ ഒരു മൃഗമായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ജന്മം പോലും ഇന്നത്തെ നിലയ്ക്ക് നോക്കുന്ന നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നവർ, പട്ടിണി കിടക്കാൻ പാകത്തിന് ജനിക്കുന്നവർ, പലവിധ രോഗങ്ങളോടുകൂടി ജനിക്കുന്നവർ, അച്ഛനും അമ്മയും അടുത്തില്ലാത്ത രീതിയിൽ ജനിക്കുന്നവർ, അല്ലെങ്കിൽ ഇനി അടുത്തുണ്ടാവില്ല എന്ന നിലയിൽ ജനിക്കുന്നവർ, അതിലെല്ലാം വ്യത്യസ്തത കാണാനുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ജന്മം കിട്ടണമെച്ചാൽ തന്നെ എന്തോ ചില ഭാഗ്യം വേണം, ചില കണക്കുകളുടേത് എന്ന് നമുക്ക് ആലോചിച്ചറിയാം. ഇനി അങ്ങനെ ജനിച്ച് വളർന്നു പോകുമ്പോൾ പരീക്ഷിത്ത് പറയുകയാണ്, ഓരോരുത്തർക്കും പൂന്താനം പാടിയതുപോലെ മനുജാതിയിൽ തന്നെ മനസ്സിന് പലവിധം ഭേദമുണ്ട്. അപ്പം അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്നൊക്കെ തോന്നും.
ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരൊറ്റ പഴഞ്ചൊല്ലേ ഉള്ളൂ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്താണോ കാണിക്കുന്നത് അത് അതേപോലെ ചെയ്തു പോകാനാണ് എല്ലാവരും ശ്രമിക്കുക. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇന്ന് ഈ ആൾക്കാർ കാണിക്കുന്നതൊക്കെ ആവശ്യമുള്ളതാണോ, ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റിയിലേക്കെങ്കിലും കടക്കാൻ തോന്നുക. അങ്ങനെ വെറൈറ്റി ആയിട്ട് പോയിട്ട് ജീവിതത്തിൽ പേരെടുക്കുന്ന ആൾക്കാരുണ്ട്. പരീക്ഷത്ത് പറയണു, ഈ വെറൈറ്റിയിൽ പോണ ആൾക്കാരിലും വളരെ 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 ദുർലഭമായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് മോക്ഷമാണ് ഏറ്റവും വലുത് എന്ന് തോന്നുക. എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ, ആസ്വദിക്കാൻ കിട്ടിയ ജീവിതം ഒരു കുരുക്കായി മാറുന്നതാണ് ബന്ധനം. മൊത്തത്തിൽ നമ്മൾ പെട്ടുപോവുക. ജീവിതം ഇങ്ങോട്ട് വിഷമിപ്പിക്കുക എന്നല്ലാണ്ട്, ഒരു ഭാരമായിട്ട് തോന്നുക എന്നല്ലാണ്ട്, അങ്ങോട്ട് ജീവിതത്തിനെ അത്ര സുന്ദരമാണെന്ന രീതിയിൽ അനുഭവിക്കാൻ പറ്റാണ്ടാവുക. ഏത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ചിരിക്കാൻ പറ്റണില്ല. ടെൻഷനോട് ടെൻഷൻ, കുറേ വികാരങ്ങൾ ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞ് ചുറ്റിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്കും ആകപ്പാടെ ബുദ്ധിമുട്ടി ഡിസ്റ്റർബ്ഡായി. ചിലർക്ക് മാത്രമാണ് അവനവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിതം എങ്ങനെ പോയാലും അതൊന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ, ഈ ജീവിത ഭാരം എന്നതില്ലാതെ കണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് മോചിതനാവാൻ തോന്നുക. അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട് ഒരു മനുഷ്യനായി പിറന്നാൽ. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് തിരിച്ചറിഞ്ഞ ആ വഴിയിലേക്ക് പോണവൻ വളരെ ദുർലഭമാണ് അങ്ങനെ ഒരാളെ കാണുകയെന്ന്. പരീക്ഷത്ത് അവിടെയും നിർത്തിയിട്ടില്ല. അങ്ങനെ മോചനം വേണമെന്ന് വിചാരിച്ച് ശ്രമിക്കുന്നവരിലും എത്രയോ കുറേ പേരിൽ ഒരാൾക്കൊക്കെയാണ് അത് കിട്ടുക. ഇനി അങ്ങനെ കിട്ടിയവരെ നോക്കിയാലും പരീക്ഷത്ത് പറയണത്, സുദുർലഭ പ്രശാന്താത്മാ, നാരായണ പരായണനായ പ്രശാന്താത്മാവായ ഒരാള് ഏറ്റവും ദുർലഭമാണ് കാണാൻ. നമുക്കൊക്കെ മനസ്സിലാവണ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഡൗൺ ആവാതെ കണ്ട്, ഏത് സാഹചര്യത്തിലും തളർന്നു പോവാതെ കണ്ട്, അത്രയധികം നിറഞ്ഞ പക്വതയോട് കൂടിയിട്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും കാണാറാവുന്ന ആള്. ഈ ജീവിത നിയമങ്ങൾക്കെല്ലാം പിന്നിലുള്ള, ഈ പ്രപഞ്ച നിയമങ്ങൾക്കെല്ലാം പിന്നിലുള്ള ആ മഹാശക്തി തന്നിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ നാരായണനെ മുറുക്കെ പിടിച്ചുകൊണ്ട് എപ്പോഴും പ്രശാന്ത ആത്മാവായിരിക്കുന്ന ആള്. ആ ആളുടെ ഉള്ളിൽ നമ്മളെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരെ, ദേഷ്യം വരെ, പേടി വരെ, അങ്ങനെയൊന്നുമില്ല. ആരോടും വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. എന്ത് സംഭവിക്കുമ്പോഴും അതിനെ ഭംഗിയായിട്ട് ഉൾക്കൊണ്ടു പോകാൻ സാധിക്കുന്ന ഒരു ഭാവം. അതാണത്രേ ഏറ്റവും വലിയ നേട്ടം ജീവിതത്തിൽ എന്നാണ്. ഇത് ഭാഗവതത്തിലെ പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഭാഗവതം മുഴുവൻ നമ്മളെ കൊണ്ടു നടക്കുന്നത് ഈ ഒരു ആശയം വെച്ചും കൊണ്ടാണ്. ആരാവണം ജീവിതത്തിൽ ചോദിച്ചാൽ മനുഷ്യനായ ആവാനുള്ളത് ഈ ഒരു നിലയാണ്. ബാക്കിയൊക്കെ വെറുതെയാ. കാരണം ഈ നിലയിൽ പോകുന്നവർക്കാണ് ചുറ്റുപാടുകൾക്ക് എന്തൊക്കെ മാറ്റം വരുമ്പോഴും വിഷമമില്ലാണ്ടിരിക്കുക. അവസാനം അവനവൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടുന്ന അവസ്ഥ വന്നാലും കൂടി പുഞ്ചിരിയോടുകൂടി നിൽക്കാൻ പറ്റുക. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ ഇപ്പം ആ സത്രവേദിയിലിരുന്ന ഭാഗവതം കേൾക്കലും കൂടി നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ വെച്ചാൽ, ഭഗവാൻ എൻ്റെ ആൾക്കാർക്ക് ഒന്നും വരുത്തരുതേ എന്ന് മാത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സഹിക്കില്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് ആൾക്കാർ, എനിക്കിഷ്ടമുള്ള വസ്തുക്കൾ, ഇതൊന്നും ലോകത്തില്ല വെച്ചാൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്നേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് കാലചക്രം തിരിയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പോവുമോ എന്ന് ആലോചിച്ചിട്ടാ വിഷമം. നാളെ ഞാൻ തന്നെ പോവാ പറഞ്ഞാൽ ആലോചിക്കാൻ വയ്യ നമുക്ക്. എന്തൊക്കെ നേടിയെടുത്ത് പോയിട്ടുള്ള ആളാണെന്ന് വെച്ചാൽ. അപ്പം ഇങ്ങനെ ഒരു നാരായണ പരായണനാവാൻ, പ്രശാന്ത ആത്മാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്, ഭാഗ്യമാണ്. അത് ഈ വൃത്രൻ എങ്ങനെയാണ് കിട്ടിയത് എന്നാണ് പരീക്ഷത്ത് ചോദിച്ചത്. അപ്പോൾ ഒരു ചെറിയ പൂർവ്വജന്മ കഥ ഇതിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കടന്നിട്ട് വേഗം വൃത്രാസുരനിലേക്ക് വരാം. വലിയ രാജാവായിരുന്ന ചിത്രകേതു മക്കളില്ലാത്തത് മാത്രം ജീവിതത്തിൽ വിഷമമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും പലർക്കും ഇല്ലാത്തതാണെങ്കിലും ഒരു മകനില്ല എന്നുള്ളതിനെ മാത്രം ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക. ഒരു സന്യാസി ശ്രേഷ്ഠൻ വന്ന് ഉപദേശം കൊടുക്കാൻ നോക്കിയിട്ടൊന്നും നേരെയായില്ല. ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു മകനുണ്ടായി. ആറ്റും നോറ്റിരുന്ന മകനോട് അത്രയധികം അറ്റാച്ച്മെൻ്റായി. ഏതൊരു പത്നിയിലാണോ മകനുണ്ടായത്, ആ പത്നിയോട് കൂടുതൽ അടുപ്പം കാണിച്ചത് ബാക്കി ഭാര്യമാർക്ക് ഇഷ്ടാവാതെ അവരൊക്കെ കൂടി മകനെ കൊന്നു.
മകൻ മരിച്ച സമയത്ത് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അതേ സന്യാസി ശ്രേഷ്ഠൻ അങ്കിരസ മഹർഷി നാരദ മഹർഷിയെ കൂട്ടി വന്നിട്ട് ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. ആരും എന്നും കൂടെ ഉണ്ടാവില്ല, എല്ലാം നശ്വരാണ്. ഇന്ന് കണ്ണ് കണ്ടതൊന്നും നാളെ ഉണ്ടാവില്ല, ഇന്ന് കാത് കേൾക്കണതൊന്നും നാളെ ഉണ്ടാവില്ല, എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കണതാ. ആ ടെമ്പററി ആയിട്ടുള്ള സകലത്തിലും അറ്റാച്ച്മെന്റ് വെച്ചാൽ വലിയ വിഷമാണ് ജീവിതത്തിൽ. പെർമനൻ്റ് ആയിട്ട് ഒന്നുണ്ട്, അതിനെ മുറുക്ക പിടിക്കണമെന്ന് പറഞ്ഞു. ഒരു സൂത്രം കൂടി നാരദ മഹർഷി കാണിച്ചു. ഡെഡ് ബോഡി ഇതാ വീണ്ടും എഴുന്നേൽക്കണു. ആ മകൻ്റെ അടുത്ത് അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചു പോണോ ചോദിച്ചത്. ആ മകൻ പറയാണ്, ഏതച്ഛൻ ഏതമ്മ, എത്ര ജന്മങ്ങൾ, എത്ര പേരുടെ മകനായിട്ടുണ്ട് ഞാൻ എത്ര പേരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുണ്ട്. കൂടെ ഉള്ള സമയത്ത് ബന്ധം പറയാന്നല്ലാണ്ട് അത് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ എന്ന്. താൻ മകൻ എന്ന് വിളിച്ചിരുന്ന ആ ശരീരമാണ് നീട്ടിട്ടത് പറഞ്ഞതേ. ചിത്രകേതുവിന് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ചിത്രകേതു പിന്നെ ആവശ്യപ്പെട്ടത് എനിക്ക് ജീവിതം എന്താണെന്ന് അറിയണം. അതറിയാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്നത്. മരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി കാണില്ല, നമ്മളിനി മിണ്ടില്ല എന്നൊക്കെ അറിയുള്ളൂ. എങ്ങടാ പോണത് എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടേണ്ടത് നമ്മളെന്ന് മാത്രമേ ഉള്ളൂ. തമാശയാണ് ചിന്തിച്ചാൽ. വീട്ടിൽ ചുമരിൽ ഫോട്ടോ വെച്ചിട്ട് മരിച്ചുപോയ ആളുടെ അടുത്ത് മരിക്കാത്തവർ വന്നിട്ടുള്ള സംസാരമുണ്ട്. നിങ്ങളെല്ലാം മുകളിൽ ഇരുന്ന് കാണുന്നില്ലേ? എവിടെ ഇരുന്നിട്ടാ കാണണേവോ? നമ്മുടെ ഓരോ സങ്കല്പം എന്നല്ലാണ്ട് എന്താ? പേപ്പറിൽ വാർത്ത കൊടുക്കുന്ന ആളാണ് ചരമക്കോളത്തിലെ ചില ആൾക്കാർ. എന്താ മരിച്ച വാർത്ത എല്ലാവരും അറിയാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അത് പിന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് കൊടുക്കണത് എന്താ വെച്ചാൽ 8ാം ചരമവാർഷികം, ഇന്നും നിന്നെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കരയണ ആൾക്കാരുടെ പേര് കോമട്ടിട്ട് എഴുതുകയും ചെയ്യും. ഞങ്ങളൊക്കെ കരയുന്നുണ്ട്, നീ അറിയണം കേട്ടോ എന്ന്. ഒറ്റ സംശയമുള്ളൂ, ആ പേപ്പറിൻ്റെ ഏത് എഡിഷനാണ് അയാളുടെ അടുത്തേക്ക് പോണേ? നമ്മളെന്തോ സങ്കല്പത്തിൽ ചെയ്യണത് അതെല്ലാം അറിയില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്താ സംഭവം എന്നുള്ളത്. കാര്യം ഇപ്പം വടക്കാഞ്ചേരി ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ വെച്ചാലും ഏതോ ഒരു വലിയ പ്രപഞ്ചത്തിൽ, ഒരു സൗരയൂഥത്തിൽ, സൂര്യനെ ചുറ്റുന്ന ഒരു ഭൂമിയിൽ, ആ ഭൂമിയിലെ കുറേ കരഭാഗത്തിൽ, ഒരു ഏഷ്യയിൽ, ഒരു ഇന്ത്യയിൽ, ഒരു കേരളത്തിൽ, ഒരു തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലായിരിക്കണം. നമുക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പോൾ അതന്നെല്ല. എന്തൊക്കെയോ അത്ഭുതങ്ങളുടെ ഇടയിലാണ്. ഒന്നും അറിയില്ല, ഒരു സ്വപ്നലോകത്താണ് ജീവിക്കണേ. പക്ഷെ ഇത് വലിയ ഷോക്കായപ്പോൾ ആ ചിത്രകേതു പറഞ്ഞു, എനിക്കിനി ജീവിതം എന്താണെന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെ ആ അനന്തമൂർത്തിയെ സേവിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തതും ജീവിതത്തെ അറിയുന്ന ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്ന, നമുക്കൊക്കെ പറയാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ ജീവിതത്തിൻ്റെ ട്രിക്ക് എന്നാണ്, ജീവിതത്തിൻ്റെ രഹസ്യം എന്നാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്നാണ്. അത് കിട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഴയ ചില ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഇത്തിരി പ്രശ്നം വന്നിട്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു അസുര വേഷത്തിലേക്ക് കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ വൃത്ര ആസുരനായി മാറിയപ്പോഴും എങ്ങനെയേ ഉള്ളിൽ ആ ഭക്തിഭാവം ഉറക്കണത് എന്ന് ചോദിച്ചാൽ അന്നത്തെ ഉറപ്പാ, അത് വിട്ടിട്ടില്ല. മഹാദേവൻ പാർവതീദേവിയെ മടിയിലിരുത്തിയത് കണ്ട സമയത്ത് പബ്ലിക്കായിട്ട് മിസ്റ്റർമാരൊന്നും മിസ്സീസിനെ ഇങ്ങനെ മടിയിലിരുത്താറില്ല, അത് പിന്നെ മഹാദേവനല്ലേ എന്ന് പറഞ്ഞതാ. മഹാദേവന് വിഷമമൊന്നും തോന്നിയില്ല, പാർവതിക്ക് ഇഷ്ടമായില്ല, അസുരബുദ്ധിയ, അസുരനായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. എവിടെയോ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഇത്തിരി ചളിയാണ്, പക്ഷെ അതിനെ പോലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. എന്നിട്ട് പാർവതി ദേവിയുടെ അടുത്ത് വന്ന് പറയണത് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ ഒരു കളിയുടെ പാർട്ടാ. ഈ കളിക്കെല്ലാം പിന്നിലുള്ള ഒന്നിനെ മുറുക്ക പിടിച്ചവർക്ക് ഈ കളി എങ്ങനെ പോയാലും ഒരു വിരോധമില്ല. അമ്മയ്ക്ക് വിഷമം അയച്ചാൽ സോറി കേട്ടോ, ഞാൻ പൂവാക്കി ശാപമോക്ഷം വേണ്ടാന്നും പറഞ്ഞു പോയി. അതായിരുന്നു ഏറ്റവും വലിയ കോമഡി. ശാപം കൊടുത്ത പാർവതി ആ ടെൻഷൻ അടിച്ചിരിക്കണേ, കിട്ടിയ ചിത്രകേതു ഹാപ്പി ആയിട്ടാ പോയി. ആ ചിത്രകേതുവാണ് ഒരു ഭയവും കൂടാതെ അതിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തത്, ഇന്ന് വൃത്രാസുരനായത്. ദേവേന്ദ്രൻ സ്വാർത്ഥത കാരണം താൻ തന്നെ ഗുരുനാഥനായിട്ട് വരിച്ചിട്ടുള്ള വിശ്വരൂപനെ അദ്ദേഹം ചെയ്ത ചില പ്രവൃത്തികൾ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ വധിച്ചു. ആ വിശ്വരൂപൻ്റെ പിതാവ് ത്വഷ്ടാവ് ഈ ദേവേന്ദ്രനെ കൊല്ലണം, അതിനുവേണ്ടി ഒരു മകൻ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് ഹോമം ചെയ്തപ്പോൾ ആ ഹോമാഗ്നിയിൽ നിന്നാണ് കണ്ടാ പേടിക്കുന്ന ഈ വൃത്രാസുരൻ വരണേ. ഇവിടെ പറയും, മധ്യാഹ്നാർക്കൊഗ്രലോചനം ദംഷ്ട്രോഗ്ര ഭൃകുടീമുഖം. മധ്യാഹ്ന സമയത്തെ സൂര്യൻ്റെ അതേ തേജസ്സാണ് കണ്ണുകളിൽ എന്നൊക്കെയാണ്. വലിയ ദംഷ്ട്രകളൊക്കെ ആയി വല്ലാണ്ടങ്ങനെ ചുറ്റുന്ന നാക്കൊക്കെ ആയിട്ട് ദേവന്മാർ പേടിച്ചോടും, ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാന്റെ അനുഗ്രഹം.
ദധീചി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കി യുദ്ധം ചെയ്തോളാൻ പറയും. ദേവേന്ദ്രൻ അതുപോലെ ചെയ്യും. ആ യുദ്ധക്കളത്തിലാണ് വൃത്രാസുരൻ എന്ന ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിയണത്. ദേവന്മാർക്കെതിരെ പ്രയോഗിച്ചതെല്ലാം നിഷ്ഫലാവുക, ഇങ്ങോട്ട് പ്രയോഗങ്ങളെല്ലാം വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാന്നായപ്പോൾ പേടിച്ചോടി അസുരക്കൂട്ടങ്ങളെല്ലാം. അന്ന് വൃത്രാസുരൻ ആകെ ഉറക്കെ വിളിച്ചു പറയണത്, എന്തിനാ പേടിച്ചോടണേന്ന്? മരണം പേടിച്ചാൽ നിങ്ങൾ ഓടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും ആർക്കായാലും. ഈ ഒരു ഡയലോഗ് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ എത്ര പക്വത വേണം ജീവിതത്തിലെന്നറിയൂ. അത് വൃത്രനുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് 2 തരത്തിലുള്ള മരണം ശ്രേഷ്ഠാന്നാ. ഒന്ന്, ജീവിത സത്യത്തെ തിരിച്ചറിഞ്ഞ് ശരീരം ഉപേക്ഷിക്കുക. 2, ഇതുപോലുള്ള യുദ്ധക്കളത്തിൽ പൊരുതി 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 ശരീരം ഉപേക്ഷിക്കുക. ആ വീരസ്വർഗം കിട്ടാനുള്ള ചാൻസ് അല്ലേ നിങ്ങൾക്ക് ചോദിച്ചു. പക്ഷെ അവർക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ ഓടിപ്പോയി. ഓടുന്നവരുടെ പിന്നാലെ പോകുന്ന ദേവന്മാരെ അങ്ങോട്ട് വെല്ലുവിളിച്ച് നടന്നങ്ങോട്ട് അരച്ചു കളഞ്ഞു വൃത്രൻ. നാഥൻ ദേവേന്ദ്രൻ യുദ്ധത്തിന് വരുന്നു. ഒരു ഗദ പ്രയോഗിച്ചു. അത് വാങ്ങി തിരിച്ച് ദേവേന്ദ്രൻ എന്നെ കൊടുത്തു. ഐരാവതത്തിനടക്കം വന്ന ക്ഷീണമെല്ലാം തീർത്ത് വീണ്ടും ദേവേന്ദ്രൻ യുദ്ധത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വൃത്രാസുരൻ്റെ ഭാവങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് വരണേ. അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് ഏറ്റവും ഭാഗ്യം ചെയ്ത ആളാണെന്നാണ്, നിന്നെപ്പോലെ ഒരാളോട് യുദ്ധം ചെയ്യാൻ പറ്റിയതുകൊണ്ട് എന്നാണ്. ദേവേന്ദ്രൻ വിചാരിച്ചു, ഓ എൻ്റെ ക്വാളിറ്റീസ് കാരണം അവൻ ഇങ്ങനെയൊക്കെ പറയണേ, എന്നെയൊക്കെ യുദ്ധം ചെയ്യാൻ കിട്ടിയത് അവന് ഭാഗ്യമായി എന്ന്. വൃത്രാസുരൻ പറഞ്ഞു, നിനക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നാണവും ഇല്ലാണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ബാക്കി ആരും ഉപദ്രവിക്കാനൊന്നും എനിക്കൊരു മടിയില്ല. സഹോദര സ്ഥാനത്തുള്ള ഗുരുസ്ഥാനത്തുള്ള നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ നിന്റെ താല്പര്യത്തിന് വേണ്ടി നീ വധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലെ ഹ്രീ ശ്രീ ദയാ കീർത്തിഭിരുജ്ജിതം ത്വാം, ഒരു നാണല്ല, വേണ്ടാത്തരം ചെയ്യുമ്പോഴും കൂടി ഉള്ളിലൊരു കുത്തില്ല നിനക്ക്, ഒരു ദയയില്ല നിനക്ക്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സമ്പത്തിൻ്റെ ഇടയിൽ ഇരിക്കുക പറഞ്ഞാലും ഒരു തരത്തിലുള്ള ഐശ്വര്യവും നിനക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇല്ലാതെ കണ്ടാക്കിയിട്ടുള്ള നീയെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നണം എന്താ അറിയോ, നിന്നെപ്പോലെ ഒരുത്തനെ അങ്ങോട്ട് കൊന്നാൽ ലോകത്തിന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരമാവുക അതാണ്. അതുകൊണ്ട് ഞാനെന്ന് ഏറ്റവും ഭാഗ്യം ചെയ്തവനാണ്. സംശയമല്ല, എൻ്റെ ശൂലം കൊണ്ട് നിന്നെ അങ്ങനെ പിളർക്കും ഞാൻ. അഗ്നി പോലും തൊടാൻ അറയ്ക്കും നിന്റെ ശവശരീരം. അപ്പോൾ കുറേ കഴുകന്മാർ വന്ന് കൊത്തി തിന്നണത് ഞാൻ കാണും. നിന്റെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി വധിച്ച് അവരുടെ ശവശരീരങ്ങളോടും ഇവിടെയുള്ള സകല ഭൂതങ്ങൾക്കും ഞാൻ ബലിയായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. ഇതാ വൃത്രാസുരൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴേ നേരത്തെ ആ ഗത കൊണ്ട് കിട്ടിയ അടിയടക്കം നല്ല ഓർമ്മ ഉണ്ടോണ്ട് കിട്ടാ വിറക്കിയ ദേവേന്ദ്രൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വൃത്രാസുരൻ്റെ ഭാവം മാറി വരുന്നത് കാണാം. ആ ദേവേന്ദ്രനെ നോക്കിയിട്ട് വൃത്രൻ പറയണു, എന്തിനാണോ അങ്ങനെ സംശയിച്ചിരിക്കണേ? താൻ ആ വജ്രായുധെടുത്ത് പ്രയോഗിക്കുക. ഞാൻ തന്നെ കൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവണ സംഭവങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു. ഇപ്പം താനാണ് തൻ്റെ ആയുധം കൊണ്ട് എന്നെ വധിക്കണത്, എത്ര നന്നായി എന്നറിയുമോന്ന്. കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുന്ന ഈ രാക്ഷസ വേഷം അതൊട്ടും കേമത്തരുള്ളതല്ല. ഇതുപേക്ഷിച്ച് എനിക്ക് ബന്ധനങ്ങൾ വിട്ടും കൊണ്ട് മനസ്വികളായിട്ടുള്ള ആൾക്കാർ ഏതൊരു ഗതിയെ പ്രാപിച്ചിട്ടുണ്ടോ അതിലേക്ക് എത്തിച്ചേരണം എന്ന് മോഹമുണ്ട്. ആ ഗത വെറുതെ ആയതുപോലെ വജ്രായുധം വെറുതെ ആവില്ല. ഭഗവാന്റെ അനുഗ്രഹമില്ല, ദധീചി മഹർഷിയുടെ തപസ്സില്ലേ, അതെടുത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഒരു കളിപ്പാട്ടമാണ് നീ എന്ന ബോധത്തോടു കൂടി പ്രവർത്തിച്ചോ, ആ ഭഗവത് ഇച്ഛയനുസരിച്ച് എവിടെയും വിജയവും ഗുണങ്ങളും എല്ലാം ഉണ്ടാവുള്ളൂ എന്ന് വരെ വൃത്രാസുരൻ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ എങ്ങനെയാ അറിയണത് വൃത്രൻ? എല്ലാം ആ സർവേശ്വര നിശ്ചയം അനുസരിച്ചേ നടക്കുള്ളൂ എന്ന് ഒരസുരനാ പറയണേ. യഥോ ഹരിർ വിജയ ശ്രീർ ഗുണാസ്തതാ. ഇപ്പോഴും ദേവേന്ദ്രൻ്റെ പേടി അങ്ങനെ മാറണില്ല. വൃത്രാസുരൻ പിന്നെയും പിന്നെയും പറഞ്ഞു കൊടുക്കണു, എനിക്ക് ഭഗവാൻ ഈ വഴിയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നിന്റെ വജ്ര ആയുധത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗത്താൽ ഈ ശരീരബന്ധം വിട്ടിട്ട് പോവാൻ അനന്തമൂർത്തിയായ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വഴി. എത്രയോ മഹാത്മാക്കള് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഗതി, അതാണെന്ന് താൻ ആഗ്രഹിക്കണത് എന്ന് വൃത്രാസുരൻ അവിടെ പറയുന്നു. ഇത് പറഞ്ഞു വെച്ചിട്ട് ദേവേന്ദ്രനുമായിട്ടൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട് വൃത്രാസുരൻ. അവിടെയാണ്
നമുക്കൊക്കെ അനുസ്മരിക്കാൻ കുറച്ചധികം ഇഷ്ടമുള്ള ഭാഗം. ദേവേന്ദ്രന് ഈ വൃത്രാസുരനെ കൊല്ലാനുള്ള ഉപായവും ഇന്ന് വൃത്രാസുരൻ വന്നതോടുകൂടി നഷ്ടപ്പെട്ട സ്വർഗാദി സുഖങ്ങളെല്ലാം തിരിച്ചു കിട്ടാനുള്ള ഉപായവും ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കണം. വൃത്രാസുരന് പറഞ്ഞു കൊടുത്തിരിക്കണതോ ദേവേന്ദ്രന്റെ ആയുധത്താല് ശരീരം ഉപേക്ഷിച്ച് പോവാനുള്ള വഴിയും. ഏതാ ഇതിൽ നല്ലത്? ആരോടാ ഭഗവാന് കൂടുതൽ ഇഷ്ടം? ഇതൊരു ചോദ്യമാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിച്ചു പോണു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ പറ്റി നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം സമ്പത്ത് കിട്ടി എന്ന് പറയുന്നല്ലാണ്ടേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു പ്രളയം വന്നിട്ടൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ആരെങ്കിലും പറയുമോ? ഇത്ര നല്ല രീതിയിൽ അവർ കമ്പാരിസൺ നടത്തണേ. ആരോടാ ഭഗവാന് കൂടുതൽ ഇഷ്ടം? ഇതിലേതാ ഏറ്റവും നല്ലത്? സൗഖ്യങ്ങളാണോ, അതായത് ഇങ്ങനെയുള്ള പലവിധ സൗകര്യങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠം? അതോ ഈ സൗകര്യങ്ങളിലൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്നതാണോ ഏറ്റവും ശ്രേഷ്ഠം? പറയണു. പുംസാം കിലൈകാന്തധിയാം സ്വകാനാം യാ സമ്പദോ ദിവി ഭൂമൗ രസായാം നരാതി യദ്വേഷ ഉദ്വേഗ ആധി മദഃ കലിർവ്യസനം സംപ്രയാസ. നല്ല രീതിയിൽ ഭഗവാനെ ഭജിക്കുന്ന ആൾക്ക് അവനവന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അവനവന് ജീവിതത്തിൽ നല്ലത് അതാണ് ചീത്തത് ഇതാണെന്നൊക്കെ പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ അറിവിനും അപ്പുറത്ത് ജീവിതത്തിൽ പലതും ഉണ്ട്. എല്ലാം അറിയുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തന്നെ എന്താ നല്ലത് വെച്ചാൽ എനിക്ക് തന്നാ മതി. പ്രത്യേകിച്ച് ഒന്നും വാശി പിടിച്ച് വാങ്ങിക്കാത്ത, മോഹിക്കാത്ത രീതിയിൽ അങ്ങനെ പോകുന്ന, ഭഗവാനിൽ ഉറച്ച ഭക്തിയോടുകൂടി പോകുന്ന, ഭഗവാനിൽ ഏകാന്ത ബുദ്ധിയായിട്ടുള്ള ഒരാൾക്ക് ഭഗവാൻ ഒരിക്കലും ധാരാളം സൗകര്യങ്ങളല്ല കൊടുക്കുക എന്ന് വൃത്രാസുരൻ ഇവിടെ പറയുന്നു. സ്വകാനാം എന്നൊരു വിശേഷണം കൂടി. പൂർണ്ണമായിട്ടും തന്നിലേക്ക് അർപ്പിച്ച മനസ്കരായ അവരെ തൻ്റെ ആൾക്കാരായി കണ്ടുകൊണ്ട്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി കണ്ടുകൊണ്ട് ഭഗവാൻ കുറേ സമ്പത്തല്ല കൊടുക്കുക എന്ന് പറയുന്നു. നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളതാട്ടോ ഈ കോൺസെപ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭഗവാനെ ഉദ്ദേശിച്ചും കൊണ്ടാണ്. മോഹിച്ചതെല്ലാം തരുന്ന ഭഗവാനെ ഉദ്ദേശിച്ചും കൊണ്ടാണ്. നമുക്ക് അത്രേ ശീലമുള്ളൂ, നമുക്ക് അത്രേ അറിയുള്ളൂ. പണം ഉണ്ടാവണം, പഠിപ്പുണ്ടാവണം, നല്ല ജോലി ഉണ്ടാവണം, വിവാഹം കഴിയണം, മക്കളുണ്ടാവണം, അതേ നമുക്കറിയുള്ളൂ. പേരും പ്രശസ്തിയും ഉണ്ടാവണം. അവിടെയാണ് വൃത്രാസുരൻ പറയുന്നത്, ഇഷ്ടപ്പെട്ടവർക്ക് ഭഗവാൻ അതൊന്നും അല്ല കൊടുക്കുക. അതെന്തേ? ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച ആൾക്ക്, ഭഗവാന്റെ സ്വന്തം എന്ന രീതിയിലാവുന്ന ആൾക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സങ്കടങ്ങളും ഉണ്ടാവാൻ വയ്യ. ആനന്ദമായിട്ട് ഈ ജീവിതം പൂർത്തിയാക്കാൻ പറ്റണം, ഒരു തരി ടെൻഷനും പോലും ഇല്ലാതെ. സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ, കുറേ ബന്ധങ്ങളും കുറേ സമ്പത്തൊക്കെ ഉണ്ടായാൽ, കുറേ കഴിവുകളൊക്കെ ഉണ്ടായാൽ ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ പറ്റില്ല. ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവണതാ. ദ്വേഷ, ഉദ്വേഗ, ആധിഹി, മദഹ, കലിഹി, വ്യസനം, സംപ്രയാസ, ഇതെല്ലാം വരൂത്രേ കുറേ ഉണ്ടായാൽ. ചിലരിന്ന് തമാശക്കെങ്കിലും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തെ വൈരാഗ്യം കൊണ്ട്, വിരക്തി കൊണ്ട്, എന്ത് ഇത്രയൊന്നും കാശും തരണ്ടിയിരുന്നില്ല ഭഗവാൻ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ചില പ്രത്യേക മൊമെന്റ്സിൽ മാത്രം പറയണതാ. കാശ് കൂടിയോണ്ടാ കുഴപ്പമായി, കുറേ സമ്പത്ത് ഉള്ളതുകൊണ്ടാ കുഴപ്പമായി. ഇത്തിരി നേരത്തേക്കേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞതൊക്കെ അതേപോലെ തന്നെ വേണേനും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് മനുഷ്യൻ എന്തൊക്കെ വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണുണ്ടെങ്കിലും അതെല്ലാം ടെമ്പററി ആയിട്ടുള്ള കുറേ വസ്തുക്കളിൽ അത്രയധികം ആസക്തി, മോഹം ഉള്ളത് കൊണ്ടാണ്. ശരീരത്തിൻ്റെ പ്രത്യേകതകളായിക്കോട്ടെ, എന്തെങ്കിലും ചില കഴിവുകളായിക്കോട്ടെ, കുറച്ച് ഭൂമി തൻ്റെ പേരിലാക്കുക എന്നായിക്കോട്ടെ, കുറേ പണം തൻ്റെ പേരിലാക്കുക എന്നായിക്കോട്ടെ,
ഏതെങ്കിലും ഒരു സ്ഥാനത്ത് 4 ആൾക്കാർ വന്ദിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തുക എന്നുള്ളതായിക്കോട്ടെ, ഇവിടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതിൽ ശ്രദ്ധ വന്നാൽ, അതിൽ ആസക്തി വന്നാൽ ധാരാളം കുഴപ്പങ്ങൾ. അതിനടിമപ്പെട്ട് ആ ചില ചുറ്റുപാടുകൾ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെയുള്ള തോന്നലിൽ സ്വബോധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതേപോലെ താൻ മോഹിക്കുകയും ചെയ്യണു, മറ്റുള്ളവരും മോഹിക്കുകയും ചെയ്യണു. രണ്ടും കൂടി പ്രശ്നമായി. തനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കുമ്പോൾ ഒപ്പം മത്സരിക്കണവരോട് അസൂയ വരാം, ദേഷ്യം വരാം, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താം. കിട്ടിയത് പോകുമോ എന്ന് ആലോചിച്ചിട്ടുള്ള പേടികൾ വരാം. കിട്ടാതെ കണ്ടിരുന്നാനുള്ള വിഷമങ്ങൾ വരാം. കിട്ടാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്ന ദുരിതം വരണ്ട്. പക്ഷെ മനുഷ്യൻ അപ്പോഴും അത് അറിയണില്ല. ഇത്രയധികം കഷ്ടപ്പെട്ട് താൻ നേടിയെടുക്കുന്നത് തുച്ഛങ്ങളായിട്ടുള്ള ക്ഷണികങ്ങളായിട്ടുള്ള സുഖങ്ങളാണ് എന്ന് അറിയണില്ല. ഇതൊക്കെ കേവലം ഡയലോഗിൽ കേൾക്കാൻ എളുപ്പാട്ടോ. നമുക്കിതൊന്നും തുച്ഛാന്ന് ഇതുവരെ തോന്നാത്തോണ്ടാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെയൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. കുറച്ച് ഭൂമി എൻ്റെ സ്വന്തം അങ്ങോട്ട് പറയുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക്. മരണക്കിടക്കയിലും കൂടി ആധാരത്തിൽ എൻ്റെ പേരെന്നെയാ ഇരിക്കണേ എന്ന് കണ്ടാൽ എത്ര സന്തോഷം അറിയും ആൾക്കാർക്ക്. പോയിട്ടില്ല നിങ്ങളുടെ ഉറപ്പായാൽ. അങ്ങനെയാണ് ശീലം. ആരുടെയൊക്കെയോ മുന്നിൽ കുറച്ച് കേമനായിട്ടുള്ളൊരു സ്ഥാനം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ചില വികാരങ്ങൾ, ഇതിനോടൊക്കെ എന്തോ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയോണ്ടാണ് അങ്ങനെയൊക്കെ പോണം ജീവിതത്തിൽ എന്നിങ്ങനെ തോന്നണത്. ഇന്ന് നാട്ടിൽ നടക്കണ പലവിധ പ്രശ്നങ്ങളും നോക്കുക. അവനവൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങളുണ്ട്, അതിനെ നോക്കുക. നമുക്ക് എവിടെയൊക്കെ വിഷമം വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ഇന്നലെ വരെ സ്നേഹിച്ചവരോട് നമുക്ക് മോശമായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ടോ, അതെല്ലാം ഇത്തരത്തിലുള്ള പലതിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് കാരണമാണ്. എത്ര മാതാപിതാക്കളും കുട്ടികളും എന്നറിയോ സ്വത്തിൻ്റെ പേരിൽ തമ്മിൽ പ്രശ്നങ്ങളുള്ളവരായി മാറണേ. എത്ര സഹോദരന്മാർ തമ്മിലറിയോ കൂടെപ്പിറപ്പ് എന്നുള്ള ഭാവം പോലും വിട്ടും കൊണ്ട് ഇങ്ങനെയായി തീരണത്. എത്ര സുഹൃത്തുക്കൾ തമ്മിലാണെന്നറിയോ സൗഹൃദം എന്നത് വിട്ടും കൊണ്ട് ഇത്തരത്തിലുള്ള ചിലതിലേക്കുള്ള അറ്റാച്ച്മെന്റ് വരുമ്പോൾ തമ്മിലടിക്കുന്ന നശിക്കുന്ന ആൾക്കാരായി മാറണത്. എല്ലായിടത്തും ഇത് കാണുന്നു. ഒരുവൻ മറ്റൊരുവനെ കാശിന് വേണ്ടി കൊല്ലുകയാണ്. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ ബലാത്കാരേണ തൻ്റെ വഴുതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചു നേരം സുഖം അനുഭവിച്ചതുകൊണ്ട് എന്തുണ്ടായേ, പിന്നെ ജീവിതകാലം മുഴുവൻ നരകിച്ചു കഴിയേണ്ടുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള പലവിധ ഇന്ദ്രിയ സുഖങ്ങളിലേക്കും പലവിധ ത്രിവർഗങ്ങളിലേക്കും എന്നാണ് ഇവിടെ പറയുക. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ സമാധാനമല്ല, ശാന്തിയല്ല ജീവിതത്തിൽ ഉണ്ടാവുക. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഉറങ്ങാൻ പറ്റാണ്ട്, പലപ്പോഴും പലവിധ ദുസ്വപ്നങ്ങളും കണ്ടുകൊണ്ട്, എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പോലും ഉള്ളിൽ സമാധാനം ഇല്ലാണ്ടിരിക്കേണ്ടി വരിക. എത്ര ആൾക്കാരെയാണ് നമ്മളിന്ന് കാണണേ. ത്രിവർഗങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ജീവിതം അങ്ങനെയാ. ഭാഗവതത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയണത് പോലെ സുഖ ദുഃഖ രാഗദ്വേഷ ഭയ അഭിമാന പ്രമാദ ഉന്മാദ ശോക മോഹ ലോഭ മാത്സര്യ ഈർഷ്യ അവമാന ക്ഷുൽപിപാസാധി വ്യാധി ജന്മജരാമരണാദികളാണ് അത്തരത്തിൽ പോണ ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവുക. ഉണർന്നിരിക്കുന്ന സമയം തൊട്ട് ഉറങ്ങുന്ന സമയം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പല മൂഡുകളും മാറി മാറി വരിക എന്നല്ലാണ്ട്, ഇത്തരത്തിൽ പലവിധ ഭാവങ്ങളും മാറി മാറി വരിക എന്നല്ലാണ്ട് ഒരിക്കലും ഒരു സ്വസ്ഥത അനുഭവിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട്
വലിയ 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 സന്ദർഭങ്ങളിൽ വരെ. അവിടെയാണ് വൃത്രാസുരൻ പറയണത്, ദേവേന്ദ്ര, നിനക്ക് കിട്ടാൻ പോണ സ്വർഗത്തില് വലിയ വിലയൊന്നുമില്ല. ദേവേന്ദ്രൻ തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണേ. കാര്യം എന്താ വെച്ചാൽ പലരുടെയും അനുഗ്രഹം കൊണ്ട് സ്വർഗലോകത്തിൻ്റെ അധിപനായിട്ട് ഇരിക്കുക, അവിടുത്തെ സൗകര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി കഴിയുമ്പോൾ തന്നെ ഇവിടെ എത്തിച്ച ആൾക്കാരെ തന്നെ മറക്കുക, അഹങ്കാരം വരിക, തൻ്റെ സുഖത്തിന് വേണ്ടി എത്ര പാവപ്പെട്ടവനെയും ഉപദ്രവിക്കാൻ തോന്നാണ്ടിരിക്കുക. ഈ ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ദധീചി മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്, അങ്ങയുടെ നട്ടല്ലൊന്നിക്ക് വേണമെന്ന്. മഹർഷി ചോദിച്ചു, അല്ല ഞാൻ മരിക്കണ്ടേ നട്ടല് തരണച്ചാ? വേണം. അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടായാലും കുഴപ്പമില്ല, അവരിൽ നിന്ന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം, അതാണല്ലോ ഞങ്ങളുടെ സ്വഭാവം എന്ന് ദേവേന്ദ്രൻ അവിടെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ സൗകര്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഈ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ്. അസൂയയും മത്സരവും ഒക്കെ. ഒരു ബിസിനസ് മൈൻഡുള്ള ആൾക്കാർക്ക്, പണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക്, പേരും പ്രശസ്തിയും മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതേ വരാൻ വയ്ക്കൂ ഉള്ളിൽ. അപ്പൊ എന്നും പ്രശ്നങ്ങളാ. സ്വയം അബദ്ധങ്ങൾ കുറെ കാണിച്ചു കൂട്ടുക. എത്ര പേരുടെ കഥകളാണ് നമ്മൾ കേൾക്കണത്? കോടിക്കണക്കിന് കയ്യിലുണ്ടായിട്ടാ പിന്നെ അഴിമതി കാണിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കോടിക്കണക്കിന് കയ്യിലുള്ളവരാണ് മറ്റുള്ളവരെ മുക്കി പിഴിഞ്ഞ് അഴിമതികൾ കാണിച്ച് അവരിൽ നിന്നുകൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവർ വിഷമിച്ചിട്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച്. ഇതെല്ലാം ഓർക്കണം നമ്മൾ. പലരും പലരെയും വെട്ടി കൊലപ്പെടുത്തണു. പലരും പലരെയും ചതിച്ച് പറ്റിച്ച് പലതും നേടിയെടുക്കണു. അവിടെ പിന്നെ ഒരു സൗഹൃദത്തിനും സ്ഥാനം ഇല്ലാണ്ടാവുകയാണ്. ഈ കോൺസെപ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു കുടുംബവും സമൂഹവും എല്ലാം നശിക്കുകയാണ്. വൃത്രനാ കാണിച്ചു തരുന്നത് അതല്ല ശ്രേഷ്ഠമായ ജീവിതം. ഇത്തരത്തിൽ വിഷമങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സൗകര്യങ്ങളെ നിങ്ങൾ അത്രയധികം കാണാൻ നിൽക്കണ്ട. ഉള്ളത് മതി. ഉള്ളത് മതി തന്നെയല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതിനെ നഷ്ടപ്പെട്ടു പോയാൽ താങ്ക്സും കൂടിയും പറഞ്ഞോളാനാ വൃത്രം പറയുന്നത്. അതൊന്നും നമുക്ക് എളുപ്പം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണതല്ല. ത്രൈവർഗിക ആയാസവിഘാതം അസ്മൽപതിർ വിധത്തെ പുരുഷസ്യ ശക്ര തതോനുമേയോ ഭഗവൽ പ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യൈഹി എന്ന് പറയുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭഗവാൻ എന്താ ചെയ്യാച്ചാല് ഒക്കെ പോവാനുള്ള വഴി ഉണ്ടാക്കൂത്രേ. എന്തിനാ ഒക്കെ പോണേ? എല്ലാം നഷ്ടപ്പെടുന്ന രീതി ഉണ്ടാക്കണം എന്തിനാ? ഇനിയിപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാശായാലും മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളായാലും അതൊക്കെ ഇല്ലാണ്ടാക്കി തരും ഭഗവാൻ എന്നാണ്. അതിനെങ്ങാനും നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അപ്പപ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു തരുകയും ചെയ്യും, വേണ്ട വേണ്ട വേണ്ട, നീ വെറുതെ ടെൻഷൻ അടിക്കാൻ പോണ്ട എന്ന്. ഇതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. പ്രളയം വന്നിട്ട് ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ വീടാ മുങ്ങിപ്പോയി. ഭാഗവതം പറയാ ഭഗവാന്റെ അനുഗ്രഹം അല്ലേ? തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഏതോ വലിയ നിലയിൽ ഇരുന്ന ആൾക്ക് പെട്ടെന്ന് അടി കിട്ടി താഴേണ്ടി വന്നു. ഭാഗവതം പറയാ ആ ഉയരത്തിലിരിക്കുമ്പോൾ അഹങ്കരിക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് അടി കിട്ടി മാറിയതാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മളങ്ങനെയല്ല പറയാറുള്ളതേ. ഒരു സസ്പെൻഷൻ കിട്ടി അപ്പം പോയിട്ട് ജ്യോതിഷം നോക്കണ ആൾക്കാരാ. ഭഗവാന്റെ കോപാണോ? ജീവിതത്തിൽ ടെമ്പററി ആയതിനെ മുറുക്ക പിടിച്ചിരിക്കുമ്പോൾ അതെപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്ത്, അത് എപ്പോൾ വേണമെങ്കിലും നശ്വരമായി പോകുന്നതാണ് തിരിച്ചറിയാനുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഭഗവത് പ്രസാദമായി കാണണം എന്നിവിടെ പറയുന്നു. അത് ഭഗവാൻ നമുക്ക് ജീവിതത്തെ പറ്റി നല്ല ബോധമുണ്ടാക്കി തരാൻ വേണ്ടി ചെയ്യണതാണെന്ന് തിരിച്ചറിയണം എന്ന് പറയുന്നു. അതാർക്കാ തിരിച്ചറിയാൻ പറ്റുക ചോദിച്ചാൽ, മറ്റൊരു താല്പര്യവുമില്ലാതെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച്
എന്താണോ എനിക്ക് നല്ലത് ആ വഴിയിലൂടെ അങ്ങ് കൊണ്ടു നടക്കണേന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കാ. അതല്ലാതെ പലവിധ താല്പര്യങ്ങളിലും മുഴുകി നിന്ന് അതിനു വേണ്ടി ഭഗവാനെ ഭജിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചിലത് കിട്ടാണ്ടിയാവുമ്പോഴും കിട്ടിയത് ചിലത് വിട്ടുപോകുമ്പോഴും ഒക്കെ അതിനെ ഭഗവത് പ്രസാദമായിട്ട് കാണാൻ അറിയില്ല. ദേവേന്ദ്രനോട് വൃത്തനം പറയുക, നിങ്ങളൊക്കെ അത് കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അത്തരത്തിലുള്ള ഭഗവത് പ്രസാദം ഉണ്ടാവാൻ തനിക്ക് സ്വർഗം കിട്ടണതാ തനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. സ്വർഗം നഷ്ടപ്പെട്ടിട്ട് ഉള്ളിൽ നല്ല ബോധം ഉണ്ടാവണതാ ഏറ്റവും വലിയ കാര്യം. ഇതിലുള്ള അറ്റാച്ച്മെന്റ് വിട്ടുപോകണതാ ഏറ്റവും വലിയ കാര്യം. അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനാ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നു. എല്ലാവർക്കും കിട്ടില്ല അത്. മേൽപ്പത്തൂര് നാരായണീയ ഗ്രന്ഥം രചിച്ചു, നാരായണീയ സ്തോത്രം. ഇത്ര ഭംഗിയായത് ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു. ആ മേൽപ്പത്തൂര് പാടിയതാണ് ഹേ രോഗാനനു യൂയമേവ സുഹൃദഃ യൈർ നിസ്പൃഹോഹങ്കൃത കാവ്യാലങ്കൃതി തർക്ക കോവിദ സഭാ യോഗേഷു ഭോഗേഷു ച നോ ചേൽ കൃഷ്ണപദാരവിന്ദ ഭജനം വേദാന്ത ചിന്താമപി ത്യക്ത്വാ ശ്വശ്വ ഇതി ഭ്രമാദ ഹരഹരി യാമ്യേവ യാമ്യാം പുരീം. വാതരോഗം വന്നത് നന്നായിട്ടോ. ഇല്ലാച്ചാല് ഈ കിട്ടിയ സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് ഏതൊക്കെയോ വലിയ വലിയ സഭകളിൽ ആരോടൊക്കെയോ എന്തൊക്കെയോ ബഹളം വെച്ച് എന്തൊക്കെയോ സ്വയം പണ്ഡിതനാണെന്ന് ചിന്തിച്ച് അതിലൂടെ കിട്ടുന്ന കുറേ സൗകര്യങ്ങളിലും മുഴുകിക്കൊണ്ട് വേദാന്ത ചിന്തയും കൃഷ്ണപദാരവിന്ദ ഭജനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ പോണ സമയത്ത് ആവാമെന്നും ചിന്തിച്ചും കൊണ്ട് നാളെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നു ഞാൻ. എനിക്ക് അതിലുള്ള അറ്റാച്ച്മെൻറ്റുകളെല്ലാം വിടാൻ സാധിച്ചത് ഹേ രോഗങ്ങളെ നിങ്ങൾ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ ഉപകാരമാട്ടോ ചെയ്തത് എന്ന് മേൽപ്പത്തൂര് രോഗങ്ങളെ പറ്റിയിട്ട് പറയുന്നു. ഇന്നും നമ്മുടെ ഇടയിൽ ആരൊക്കെയോ അത് പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം കഴിഞ്ഞപ്പോൾ ശരിക്കും അത് അവനവന് നല്ല പാഠങ്ങൾ തന്നു എന്ന് തോന്നിയപ്പോൾ ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. വളരെ ദുർലഭം ആൾക്കാർക്ക് മാത്രം അത് ജീവിതത്തിൽ നല്ല പാഠം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ ഉള്ളൂ ജീവിതം, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി. എല്ലാം എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് എന്ന് ദുർലഭ ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ. അതറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വൃത്രാസുരൻ പറയുന്നു. ഇപ്പം ടെമ്പററി ആയിട്ടുള്ള സൗകര്യങ്ങളിലുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കണ്ടാവുക, ടെമ്പററി ആയിട്ടുള്ള ബന്ധങ്ങളിലുള്ള താല്പര്യങ്ങൾ ഇല്ലാതെ കണ്ടാവുക. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. മക്കളുണ്ടാവാണ്ട് വിഷമിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള മോഹം കളഞ്ഞോളൂ എന്ന് ഭാഗവതം പറഞ്ഞാൽ നമുക്ക് സമ്മതാവുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ അന്നത്തെ ആ ചിത്രകേതുവിനെന്ന് വൃത്രാസുരനായിട്ടിരിക്കുമ്പോൾ അത് അനുഭവമാണ്. ഉള്ളതിനെ എല്ലാം മുന്നിൽ കിട്ടിയിട്ടും അത് ഓർത്ത് സന്തോഷിക്കാതെ ഇല്ലാത്തതൊന്ന് മാത്രം കണ്ട് കരഞ്ഞിരുന്ന ചിത്രകേതുവിൻ്റെ അടുത്ത് അങ്കിരസ മഹർഷി പറഞ്ഞതാ, വരുന്നതും പോണതും ആലോചിച്ച് സന്തോഷിക്കാനിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇടയ്ക്ക് സന്തോഷിക്കേണ്ടി വരും, ഇടയ്ക്ക് കരയേണ്ടി വരും, ഇടയ്ക്ക് സന്തോഷിക്കേണ്ടി വരും, ഇടയ്ക്ക് കരയേണ്ടി വരും. എന്നുള്ള ഒന്നിനെ മുറുക്കെ പിടിച്ച് ബാക്കി എന്ത് വന്നാലും പോയാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ഇല്ലാത്തത് നോക്കണ്ടെന്ന് പറഞ്ഞതാ. കയറിയില്ല അദ്ദേഹത്തിന്, കയറില്ല അങ്ങനെയുള്ളവർക്ക്. ഇപ്പം അത് തത്വസമീക്ഷാ സത്ര. മക്കളുണ്ടാവാതെ വിഷമിച്ചിരിക്കണ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് ഭാഗവത പ്രഭാഷണത്തിൽ കേൾക്കണത് വെച്ചാൽ ഭാഗവതം ശരിയല്ല എന്നാ തോന്നുക. നേരെ മറിച്ച് ഇന്ന പൂജ കഴിച്ചാൽ ഇന്ന വഴിപാട് കഴിച്ചാൽ മക്കളുണ്ടാവും കേട്ടോ എന്ന് പറയുന്ന പ്രഭാഷണം കേട്ടാലോ കൊള്ളാം എന്ന് തോന്നും. അതേ നമുക്ക് അറിയുള്ളൂ. അതല്ലാത്തത് നമ്മുടെ ഉള്ളിൽ കയറില്ല. ചിത്രകേതുവിനും കയറിയില്ല. അന്ന് അങ്കിരസ മഹർഷി പിന്നെ അനുഗ്രഹിച്ച് പ്രസാദം കൊടുക്കുമ്പോൾ പറഞ്ഞത് പത്നിക്ക് കൊടുത്തോളും, എല്ലാം അവള് അങ്ങയിൽ നിന്ന് ഗർഭം ധരിക്കും, ഒരു മകൻ ഉണ്ടാവും. പക്ഷെ ഉണ്ടായ സന്തോഷം മാത്രമാണ് ധരിക്കേണ്ട, ആ മകനെ കൊണ്ട് അങ്ങേക്ക് സങ്കടവും വരും എന്ന് പറഞ്ഞു. ചിത്രകേതുവിന് അത് മനസ്സിലായില്ല വേണ്ട പോലെ. ഉണ്ടായ മകനെ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം തിരിച്ചറിഞ്ഞു ഉണ്ടാവണതെല്ലാം പോണതാ. എന്നിട്ട് നമ്മളെന്താ ചെയ്യണത് അറിയോ? ഇപ്പം ഉള്ള സാധനങ്ങളൊക്കെ പോയാൽ ഇതിനെയൊക്കെ ഓർത്ത് കരയുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് 2 സാധനങ്ങൾ കൂടിയും കൂടുതൽ ചോദിക്കണം. എന്തിനാ? ഇനി അതിനെപ്പറ്റിയും കൂടിയും കരയാറാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പം എത്ര പേരുണ്ടോ ഇവരൊക്കെ പറ്റി ഓർത്ത് നമ്മൾ കരയുന്ന ഉറപ്പാണ്. ഇവരോടൊക്കെ ഉള്ള അറ്റാച്ച്മെന്റ് നമുക്ക് ജീവിതത്തിൽ വിഷമമുണ്ടാക്കുന്ന ഇപ്പം ഏകദേശം ഉറപ്പാണ്.
അപ്പോഴാണ് നമുക്കൊരു 2 പേരോടും കൂടി അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? എവിടെയാ കുഴപ്പം പറ്റണേന്ന് ആലോചിച്ചോളൂ. എന്താ ഈ കോൺസെപ്റ്റിന്റെ പ്രത്യേകത എന്നും ആലോചിച്ചോളൂ. ടെമ്പററി ആയതിനെ മുറുക്ക പിടിച്ചാൽ വിഷമിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്, വളരെ വളരെ അധികമാണ്. ആലോചിക്കുമ്പോൾ ചിരി വരും. മക്കളില്ലാതെ ഒരു കൂട്ടം ആൾക്കാർ, മക്കളുണ്ടായിട്ട് ആ മക്കൾ നേരെ പെരുമാറായുകയോ അവർക്ക് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചിന്തിച്ചിട്ട് അവരെ ഓർത്ത് വിഷമിക്കണവര്. എന്നാ അവരുടെ വിഷമം കണ്ട് ചിലപ്പോൾ അവർ തന്നെ ചിലപ്പോൾ ഡയലോഗ് പറയൂ കേട്ടോ, എന്ത് നിങ്ങൾക്കൊന്നും മക്കളില്ലല്ലോ, നന്നായി. പക്ഷേ ഈ ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം എന്താ തോന്നുന്നത്? അയ്യോയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയാൻ പോലും എനിക്കൊരു മകളില്ലല്ലോ. അവർക്കൊക്കെ മക്കളുടെ പേരിൽ പ്രശ്നങ്ങളെങ്കിലും ഉണ്ട്, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മകൻ കൂടി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇന്ന് വിഷമം വരിക. പ്രളയം ബാധിച്ച് കുറേ പേർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട് പോയി. കുറേ പേർക്ക് വാടക വീട്ടിലാ കഴിയണത്. മറ്റവരെന്താ പറയാ, നിങ്ങൾക്ക് എളുപ്പല്ലേ, എല്ലായിടത്തിട്ടും എങ്ങടെങ്കിലും കൊണ്ട് പോയാൽ പോലെ, വീട് പോയാൽ പോയി, നഷ്ടമില്ലല്ലോ. അപ്പൊ ഇവരുടെ ഭാവം എന്താ ചോദിച്ചാൽ, അയ്യോ പ്രളയം വന്ന് വീട് പോയി എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ എന്നാണ്. അത്രയേ നമുക്ക് ശീലമായിട്ടുള്ളൂ. ഈ കല്യാണം കഴിയാത്ത ആൾക്കാർ കല്യാണം കഴിഞ്ഞവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ കല്യാണം കഴിയാതിരിക്കുന്നത് നല്ലതാന്ന് പറയണത് ശരിയാന്നാ വിചാരിച്ചേ? അത് പുറത്ത് പറയണതാ. ഉള്ളിൽ പറയണത് ഇങ്ങനെ പിണങ്ങാൻ പോലും ഒരു ഭാര്യ ഇല്ലല്ലോ എന്നാണ്. നമുക്ക് അങ്ങനെ എടുക്കാറിയുള്ളൂ. ഈ കോൺസെപ്റ്റിന്റെ വ്യത്യാസമാണ് പറഞ്ഞു തരണേ. ജീവിതത്തിന്റെ നിയമം നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, MFG ഡേറ്റ് ഉള്ളതിനെല്ലാം എക്സ്പയറി ഡേറ്റും ഉണ്ടെന്ന് ഉറപ്പാണ്. ഒരു ദിവസം വന്ന ശരീരം ഒരു ദിവസം പോകണം. ഒരു ദിവസം നമ്മുടെ അടുത്തേക്ക് വന്ന ആൾക്കാർ വേറൊരു ദിവസം പോകണം. ഒരു ദിവസം നമ്മൾ കണ്ടു തുടങ്ങിയ സാധനം വേറൊരു ദിവസം തൊട്ട് കാണാണ്ടാവും. അത് ഉറപ്പാണ്. അത് എത്ര കണ്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെ പോകുമ്പോഴും സങ്കടം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നീട്ടാൻ നോക്കണ്ട. ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ കുറച്ച് കാലം കൂടി അവനെ ഞങ്ങളുടെ കൂടെ നിർത്തണേന്നാ. ആ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും ഭഗവാനോട് പറയണത് കുറച്ച് കാലം കൂടി ഞങ്ങളുടെ കൂടെ നിർത്തണേന്നാ. എത്ര കൊല്ലം കഴിഞ്ഞിട്ടായാലും പോകുമ്പോൾ സങ്കടം തന്നെയാണ്. അതിനെ ആദ്യം റെഡിയാക്കി വെക്കാൻ, നമ്മുടെ ഉള്ളിനെ ശരിയാക്കാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ടാവില്ല. വൃത്രൻ ദേവേന്ദ്രന് കിട്ടുന്ന സ്വർഗാദി സൗഖ്യങ്ങള് തുച്ഛമാണെന്നും അതിലൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ കണ്ടിരിക്കലാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും അതിലൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ കണ്ടിരിക്കാൻ പാകത്തിന് അതിനെയെല്ലാം വിട്ടുപോവേണ്ടി വരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഭഗവാൻ നമ്മളെ നല്ലോണം അനുഗ്രഹിക്കണത് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നും കൂടി അവിടെ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ വൃത്രൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ചില ആചാര്യന്മാർ വ്യാഖ്യാനിക്കണത് കേട്ടോ, പഴയ ചില ആചാര്യന്മാർ അവരുടെ വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ കാണുന്നത്, ദേവേന്ദ്രൻ ഇങ്ങനെ നീട്ടി പിടിച്ചിരിക്കുന്ന വജ്രത്തിൻ്റെ അറ്റത്ത് വൃത്രൻ കാണുന്നത് ഭഗവാനെയാണ്. നമ്മളിങ്ങനെ മനസ്സിൽ ചിത്രമൊന്നും കാണണ്ട, ആ വജ്രത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചതുർബാഹുവായിട്ട് നിൽക്കുന്നത്, അങ്ങനെയല്ല പറയണേ. ആ വജ്രം പോലും തേജസാഹരേഹേ, ഹരിയുടെ തേജസ് നിറഞ്ഞതാണ്. ആ തൻ്റെ മുന്നിൽ തനിക്ക് ഈ ശരീരബന്ധം ഉപേക്ഷിക്കാനുള്ള വഴിയായിട്ട് വന്ന് നിൽക്കണ ആ വജ്രത്തിൻ്റെ അറ്റത്തിൽ പോലും വൃത്രൻ ഭഗവാനെയാ കാണുന്നത്. ഇത്തരത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കൺട്രോളറായ താൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിനും ഇതിനെല്ലാം പിന്നിലുള്ള ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണത്, അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസു പതേർഗുണാംസ്തേ ഗൃണീത വാക് കർമ്മ കരോതു കായ. ഭഗവാനെ ഹരേ എന്ന് വിളിക്കുകയാണ്. ഞാൻ അവിടുത്തെ പാദത്തെ മാത്രം മുറുക്ക പിടിച്ചും കൊണ്ട് അവിടുത്തെ പാദം മാത്രമാകുന്ന ഒരു ആശ്രയസ്ഥാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ, അവൻ്റെ ദാസനായിട്ടൊരാളുണ്ടെങ്കിൽ, ആ ദാസൻ്റെയും ദാസനായിട്ടൊരാളുണ്ടെങ്കിൽ
ഇങ്ങനെയുള്ള ആ സീരീസിൽ ലാസ്റ്റ് പോയിട്ട് ഞാൻ നിന്നോളാം എന്നാ, എന്നെ അങ്ങനെ ആക്കിയാൽ മതി എന്നാണ്. ഒറ്റ മോഹേ ഉള്ളൂ, ആ കൂട്ടത്തിലെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് അവിടുത്തെ പാദത്തെ മാത്രം മുറുക്കെ പിടിച്ച ആളാവണം. ആചാര്യന്മാര് പല വ്യാഖ്യാനങ്ങൾ തരുന്നുണ്ട്. മഹാദേവനെ പറ്റി കുറച്ചൊന്ന് മോശമായിട്ട് പറയാൻ തോന്നിയത് ഭഗവത് ഭക്തന്മാരില് നിറഞ്ഞ ഭാവം കുറച്ച് കുറഞ്ഞതിൻ്റെയാണ് എന്നാണ്. അപ്പം അതും കൂടി ഇല്ലാതെ കണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ എന്ന ഭാവം പോലും തനിക്ക് വേണ്ട, ഭക്തന്മാരുടെ കൂട്ടത്തിൽ പിന്നെ പോയി നിന്നാലും കുഴപ്പമില്ല എന്നാണ്. താൻ കേമനാന്നുള്ള അഹങ്കാരം പോലും ഇല്ലാതെ കണ്ടാവാൻ പാകത്തിന് ഭഗവാന്റെ ദാസാനുദാസനായാൽ മതി. പാദൈകമൂലദാസാനുദാസനായാൽ മതി. ഭഗവാനെ നിത്യമായൊരു ബന്ധുവായി നമുക്കുള്ളൂ, ഭഗവാനെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊന്നിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ അതിനെ മുറുക്കെ പിടിച്ചു പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നാ മതി തനിക്ക് എന്നാണ്. അതാണ് നല്ല ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ തന്നെ അത് പറയണത്. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. എങ്ങനെയാ ഭഗവാൻ മാത്രം നമുക്ക് നിത്യബന്ധു ആവുന്നത്? അതും ഒന്ന് ആലോചിക്കാവുന്നതാ. നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് അവസാന കാലം വരെ നമ്മളിങ്ങനെ ജീവിതത്തിലൂടെ പോകുമ്പോൾ ആരാ എന്നും കൂടെ ഉണ്ടാവുക? ആരെയാ നമ്മളിവിടെ എപ്പോഴും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടല്ലെങ്കിലും നമ്മൾ ഇടയ്ക്ക് പറയാറുള്ളതാണ്, അല്ലെങ്കിലും നമ്മുടെ കൂടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത്ര നമുക്ക് ഉറപ്പായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പറയുന്ന മറ്റൊന്ന് എന്താ ചോദിച്ചാൽ, എൻ്റെ കൂടെ എന്നും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾക്കെന്നും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അത് നമുക്കറിയാം. ഒറ്റയ്ക്കാ. അമ്മ, അച്ഛൻ, മറ്റു ബന്ധുക്കൾ ഇതെല്ലാം ഒരു ദിവസം മാറും. ഞാൻ കാണുന്നതൊന്നും എന്ന് എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഈ ശരീരം പോലും ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പെർമനൻ്റ് ആയി എന്ന് പറയാൻ നമുക്കിവിടെ എന്താ ഉള്ളത്? ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട്, ഒരിക്കലും മാറില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് എന്തിനാ മുറുക്കെ പിടിക്കാനുള്ളത്? അപ്പോഴാണ് നമ്മുടെ പൂർവികന്മാര് എല്ലാം മാറി മറിയുന്ന ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒന്ന് എന്ന് ഭഗവാനെ കാണിച്ചു തന്നത്. ചിലർ ഭാഷ മാറ്റി പറയുമ്പോൾ ബാക്കി എല്ലാ വികാരങ്ങളും മാറുമെന്നും ആത്മസ്വരൂപത്തിനെ മാറാതെ നിലനിൽപ്പുള്ളൂ എന്നും പറയുന്നു. ചിലരതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. വദന്തിയ തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദീയതയെ. നമ്മളും ഈ പേരും ഈ വേഷവും ഒരു ദിവസം പോണതാ. ഇതുപോലെ എത്രയോ ചരാചരങ്ങൾ ഒരു വേഷത്തിൽ കാണപ്പെടുന്നു, കുറച്ചു കാലം എങ്ങനെ പോണു, കഴിഞ്ഞാൽ പോണു. അതാണ് ഈ പ്രപഞ്ചം നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ എന്നും നിലനിൽക്കുന്നത് എന്താ? അതിനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അതൊരാളായിട്ടല്ല, ഒരു വസ്തുവായിട്ടല്ല, സച്ചിദാനന്ദം എന്ന നിലയ്ക്ക് അറിവായി, ചൈതന്യമായി, ഒരു ബോധമായി എന്നൊക്കെ എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് കയറാത്ത പഴയ ആൾക്കാരുടെ ചില വാക്കുകൾ. അത് പഴയതായോണ്ടല്ല കേട്ടോ, നമുക്ക് അത്രയ്ക്കും വിവരമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ വാക്കുകൾ വേഗം ഉൾക്കൊള്ളാൻ പറ്റാത്തത്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്നൊക്കെ പറയുമ്പോൾ അതേ ഉള്ളൂ നിത്യമായിട്ട്. അത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്നിൽ തന്നെ ഉണ്ട്. ശരീരം എങ്ങനെ മാറിയാലും, ചുറ്റുപാടുകൾ എങ്ങനെ മാറിയാലും മാറാതെ നിൽക്കുന്ന ഒന്ന് അവിടെ ഉണ്ട്. തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മളതിന് രസമായിട്ട് പറയാറുള്ളത്, ഡ്രൈ ലാംഗ്വേജ് ആയിന്നോ പൈങ്കിളി ലാംഗ്വേജ് ആയിന്നോ വേണ്ട. അതിനിടയിൽ എനിക്കെന്നും പെർമനൻ്റ് ആയിട്ടൊരു അഡ്രസ്സ് എവിടെയാ വരുന്നത് ചോദിച്ചാൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കണു എന്നുള്ള നിലയ്ക്ക് മാത്രം. മനുഷ്യനെന്നോ ആണെന്നോ പെണ്ണെന്നോ അമ്മയെന്നോ അച്ഛനെന്നോ അല്ലെങ്കിൽ മകള് മകൻ സഹോദരൻ സഹോദരി ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ എന്ന് തുടങ്ങി നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോണ നമ്മുടെ അഡ്രസ്സുകളെല്ലാം ടെമ്പററിയാ. നിലനിൽക്കുന്ന അഡ്രസ്സ് എന്താ ചോദിച്ചാൽ ഞാനൊരു ജീവനാണ് എന്ന് മാത്രമാണ്. വീണ്ടും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് കുറേ ചരാചരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, എത്രയോ ജീവജാലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അദ്ഭുത പ്രപഞ്ചം എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടതാണോ അതിൻ്റെ ഒരു തരിയാണ് ഇതിലും. ആ പരമാണു പൊരുളാണ് ഇതിലും. അപ്പം ഞാൻ എന്ന് പറയണത് ഇതെല്ലാമായി വിളങ്ങുന്ന മഹാശക്തിയുടെ അംശമാണ്.
ഇന്നത്തെ ചില മഹാത്മാക്കള് ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ സിമ്പിളായിട്ട് പറയണതും നമ്മൾ ആരാ ചോദിച്ചാൽ നമ്മൾ ലൈഫ് ആണ് എന്നാ, വേറൊന്നും പറയാനില്ല. നമ്മൾ ആരാ ചോദിച്ചാൽ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് എന്നാണ്. ഇതെല്ലാമായി വിളങ്ങുന്ന ഒന്നിൻ്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ് നമ്മളിലും. അതിൻ്റെ ഈ വലിയ കളിയുടെ ഒരു പാർട്ട് തന്നെയാണ് നമ്മളിലും. അപ്പം നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് എന്താ ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ശക്തിയെ നാരായണനെന്നോ വാസുദേവനെന്നോ വിളിച്ചും കൊണ്ട് അഡ്രസ്സ് കൊടുക്കുക. നമ്മൾ ആരാ ചോദിച്ചാൽ കെയർ ഓഫ് വാസുദേവൻ അല്ലെങ്കിൽ കെയർ ഓഫ് നാരായണൻ. അതേ ഉള്ളൂ നമുക്ക് നിത്യമായിട്ട്. ബാക്കി എല്ലാം മാറും. ഒരമ്മ എന്ന സ്ഥാനം വിട്ടുപോകും. നമ്മളെ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നർത്ഥം. അച്ഛനെന്നോ ഭാര്യയെന്നോ ഭർത്താവ് എന്നുള്ള സ്ഥാനങ്ങൾക്കൊന്നും ഗ്യാരണ്ടി ഇല്ല എന്നർത്ഥം. ഇത്ര ഭംഗിയുള്ളവനെന്നോ ഇത്ര കഴിവുള്ളവനെന്നോ ഇത്ര സ്വത്തുള്ളവനെന്നോ ഈ കണ്ട ഐഡന്റിറ്റികൾക്കൊന്നും എന്നും വെലിഡിറ്റി ഉണ്ടാവില്ല. ഇതെല്ലാം ഓരോ ദിവസം എക്സ്പയർ ആയി പോവും. നിലനിൽക്കുന്ന ഒന്ന് കെയർ ഓഫ് നാരായണൻ എന്നുള്ളത് മാത്രം. നമുക്കറിയാവുന്ന പോലെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ വന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരുന്നത് ജീവന്റെ തുടിപ്പ്. സ്ഥിരം പറയാറുള്ളൊരു ഡയലോഗ് അങ്ങനെയാണ്. ആ ജീവന്റെ തുടിപ്പായ നമുക്കിങ്ങനെ ഒരു വേഷം മാറി മാറി വന്നു, എന്തൊക്കെയോ വന്നു എന്നല്ലാണ്ടേ അതന്നെയാണ്. ആ നിലയ്ക്ക് കാണുമ്പോൾ ഈ നാരായണനെ എന്നും കൂടെയുള്ളൂ, അല്ലെങ്കിൽ ഈ കെയർ ഓഫ് നാരായണൻ എന്ന ഭാവമേ സത്യമായിട്ടുള്ളൂ, പെർമനൻ്റ് ആയിട്ടുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കിയെല്ലാം ടെമ്പററി ആണെന്ന് മനസ്സിലാവുമ്പോൾ അതിലേതെങ്കിലിനോടും നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വന്നു പോയാൽ അതിൻ്റെ മാറ്റങ്ങൾ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കും. അതുകൊണ്ടാണ് വൃത്രൻ പറയണത് ഈ പെർമനൻ്റായ ഒന്നിൽ മാത്രം ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ ഏറ്റവും സക്സസ്ഫുള്ളായി കാണുന്നത് അങ്ങനെയുള്ളവരെയാണ്. അവരുടെ ആ സീരീസിൽ ലാസ്റ്റായാലും ഞാൻ വന്ന് നിന്നോളാം. ഒറ്റ കാര്യമേ വേണ്ടൂ, ആ സീരീസിലുള്ളവർ മുഴുവൻ ഭഗവൽ പാദൈക മൂലന്മാരായിരിക്കണം. അങ്ങനെയായാൽ ജീവിതം ഏത് രീതിയിലാവും എന്ന് ചോദിച്ചാൽ ഇവിടെ പറയണു മനസ്മരേത ആസുപതേർ ഗുണാംസ്തേ ഗൃണീതവാക് കർമ്മ കരോതു കായ. മനസ്സെപ്പോഴും തൻ്റെ പ്രാണനാഥനായ താൻ ഇങ്ങനെ ഇവിടെ നിലനിൽക്കുന്നതിന് തന്നെ ആധാരശക്തിയായിട്ട് കുടികൊള്ളുന്ന ആ ഭഗവാന്റെ ഗുണങ്ങളോർത്ത് മഹിമയോർത്ത് ഓരോ നിമിഷവും അതേ ഓർക്കാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓർത്ത് ശീലിക്കാത്തോണ്ടാ. നമുക്കൊക്കെ മനസ്സിലാവുന്ന, നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അറിയുന്ന ഭാഷയിൽ മാത്രം പറയണേ. ഞാൻ ഇന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണത്, കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കണത്, ഈ ശ്വാസം ഇങ്ങനെ വർക്ക് ചെയ്യണത്, ഉള്ളിൽ ഹാർട്ട്, കിഡ്നി, ലങ്സ്, ലിവർ, എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണത്, നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി പാകത്തിന് തിരിഞ്ഞുകൊണ്ടിരിക്കണത്, സൂര്യൻ ഇപ്പോഴും ആ പവർ സോഴ്സ് ഓഫാവാണ്ട നിൽക്കണത്, പ്രകൃതിയിലെ ചെടികളിലെല്ലാം അന്നം നമുക്ക് ആവശ്യമുള്ളതുപോലെ വേണ്ടതുപോലെ ഉണ്ടായി വരുന്നത്, നല്ല ശുദ്ധവായുവുള്ളത്, ജലമുള്ളത്, അഗ്നിയുള്ളത്, എല്ലാം ആലോചിച്ച് നോക്കൂ. ഈ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലാച്ചാൽ നമ്മളും ഇല്ല. തന്നിൽ ആ ശക്തി വേണ്ടതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്യണില്ലാച്ചാല് കാണലൊന്നുമില്ല. നമുക്ക് ആകെപ്പാടെ ഇങ്ങനെ തുറന്ന് കണ്ടാൽ മതി. 9ലും 10ലും കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും അറിയാം എന്ത് ഇതൊരു വലിയ സംഭവമാണ്. എളുപ്പത്തിലൊന്നുമല്ല ഒരു സാധനം കണ്ടിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണത്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് അതിൽ നടക്കണേന്നറിയോ? കേൾക്കണം എന്നുണ്ടെങ്കിൽ, ശബ്ദം എന്നത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ, സ്നേഹം, വെറുപ്പ്, ദേഷ്യം, സങ്കടം എന്നൊക്കെ തുടങ്ങി പലവിധ വികാരങ്ങൾ വരുന്ന ഈ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യണത്, ഓർമ്മിക്കാൻ സാധിക്കണത്, ചിന്തിക്കാൻ സാധിക്കണത്, എന്തൊരു അടിപൊളി മെഷീനാ അതെന്നറിയോ? ആലോചിച്ച് നോക്കിയാൽ. ഇതുപോലുള്ള ഈ മെഷീനുകളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പവറിനാലാണ്. ചുറ്റും കാണുന്ന ഈ വലിയ മെഷീനായിട്ടുള്ള ഈ വിശ്വവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോണത് ആ പവറിനാലാണ്. അപ്പോൾ ഓരോ നിമിഷവും എങ്ങനെയാ ഭഗവാനെ ഓർക്കാണ്ടിരിക്കുക? എന്ത് കാണുമ്പോഴും. എന്നും രാവിലെ സൂര്യനെ നോക്കി താങ്ക്സ് പറയുന്ന ആൾക്കാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഉണ്ട്. വളരെ ദുർലഭമെന്ന് മാത്രം. നമുക്കതൊന്നും തോന്നാറില്ല. നശിച്ച സൂര്യൻ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇത്ര നേരത്തെ അയ്യോ രാവിലെ. ആ സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. അപ്പം ആ സൂര്യനെ കാണുമ്പോഴേക്കും ഈ സെറ്റപ്പുകൾക്ക് പിന്നിലുള്ള ഭഗവാനെ ഓർമ്മ വരികയാണ്. കാണാൻ പറ്റുമ്പോഴും കേൾക്കാൻ പറ്റുമ്പോഴും മിണ്ടാൻ പറ്റുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. കഴിച്ച ഭക്ഷണം ഒന്ന് ദഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. തൊട്ടുമൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഭഗവാന്റെ കാരുണ്യാണ്. എന്തും എത്ര പേരാ അങ്ങനെ. ഈ വിശ്വത്തിൽ ഓരോ തരിയെ കാണുമ്പോഴും ഭഗവാൻ ഇങ്ങനെ ഓർമ്മയിൽ വരിക. പണ്ട് ആരോ എഴുതിയത് ആരോ പാടിയില്ലേ, നമുക്ക് ആ വരി വലിയ ഇഷ്ടമായോണ്ടാട്ടോ പറയണേ. വാർമുകിലേ നീ വാനിൽ വന്ന് നിന്നാൽ ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കണു. എത്ര പേർക്കാത്. ആ മേഘങ്ങളെ കാണുമ്പോൾ, ഒരു മഴ കാണുമ്പോൾ, വെയിൽ കാണുമ്പോൾ, ഇതെല്ലാം ഈശ്വരൻ്റെ മഹിമയാണ്. നമ്മൾ ഇന്നിവിടെ നിൽക്കണത്, നമ്മുടെ കൂടെ എത്ര ആൾക്കാരുള്ളത് എല്ലാം. അപ്പം മനസ്മരേത അസുപതേർ ഗുണാംസ്തേ എന്ന നിലയിലേക്ക് എത്തുകയാണ്. അസുപതിയായ പ്രാണനാഥനായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങളെ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കണ ഒരു നില. അവൻ പറയുന്ന വാക്കുകളോ ഗുണാംസ്തേ ഗൃണീത വാക്ക്. ആ വാക്കുകളും അവിടുത്തെ ഗുണങ്ങളെ തന്നെ വർണ്ണിക്കണത്. അങ്ങനെ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഈ ഭഗവൻ മഹിമയെ പറ്റിയിട്ടാവും. എന്ത് സംഭവങ്ങൾ പറയുമ്പോഴും അത് ഭഗവാന്റെ ലീലയാണെന്ന് അറിയുന്ന തലത്തിലാവും. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ഭഗവത് ഗുണങ്ങൾ നിറഞ്ഞിരിക്കണത് കൊണ്ട് അവന് സന്തോഷമുണ്ടാക്കുന്ന, അവൻ്റെ ഭയമില്ലാണ്ടാക്കുന്ന, അവന് സാന്ത്വനമാക്കുന്ന നല്ല വാക്കുകളാവും. ചെയ്യുന്ന പ്രവൃത്തി ഭഗവത് സേവയാണെന്ന ഭാവത്തിൽ, ശരീരം എങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിലും ഭഗവത് സേവയായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട്, അത്രയും സന്തോഷത്തോട് കൂടിയിട്ട്, ആർക്ക് എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും ഈശ്വര സേവ എന്നുള്ള ഭാവത്തിൽ ഒട്ടും ബോറടിക്കാതെ, ഒട്ടും മടുപ്പ് തോന്നാതെ, തിരിച്ചെന്ത് കിട്ടണമെന്ന് ആലോചിച്ചും കൊണ്ട് വിഷമങ്ങളില്ലാതെ അത്രയും ഭംഗിയായിട്ട് ചെയ്യാറാവുക. മനസാ വാചാ കർമ്മണ ഭഗവൽ പരനായി തീരാം. അങ്ങനെ ആയാൽ മതി എനിക്ക് എന്ന് വൃത്തരം പറയുന്നു. എന്നും ഭഗവത് സ്മരണ. ആരോട് പെരുമാറുമ്പോഴും അവനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് എടുത്ത് ചാടാതെ കണ്ടിരിക്കാൻ പാകത്തിന്, ഇതെല്ലാം ഉൾപ്പെടും ഭഗവത് ഗുണങ്ങളെ മനസ്സ് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷത്തെ അനുഭവങ്ങളും ഭഗവത് സ്മരണയോട് കൂടി കാണുന്ന ഒരാൾ. അങ്ങനെ ആയാൽ മതി. ഇത് പ്രാർത്ഥിക്കുന്ന വൃത്രൻ്റെ അടുത്ത് ഭഗവാൻ ചോദിക്കുന്നത് പോലെ എന്ന് തോന്നും ശ്ലോകം കണ്ടാൽ. വൃത്രയ്ക്ക് അങ്ങേ വലിയ ഇഷ്ടമായി. ഞാൻ എന്താ തരണ്ടേ? ഇന്ന സ്ഥലങ്ങൾ വെച്ച് നീട്ടിയിട്ട് ഇത് തരട്ടെ, ഇത് തരട്ടെ, ഇത് തരട്ടെ ചോദിക്കുക. വൃത്രൻ അതൊക്കെ വേണ്ട വേണ്ട എന്ന് പറയണ പോലെ. കുറച്ചും കൂടി നമുക്ക് ഫീലാവാൻ വേണ്ടിയിട്ട് ആവൂട്ടോ ആചാര്യന്മാർ ഇങ്ങനെ പറയണത്. എന്ത്, ഭഗവാൻ വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ വൃത്രം വേണ്ട വേണ്ട പറയുകയാണെന്ന്. സ്വയം പറയുകയാണെന്നായാലും മതി. നാകപൃഷ്ഠം നച സാർവഭൗമം. ഇവിടെ പറയുന്നു, ന പാരമേഷ്ഠ്യം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. ഭഗവാനെ, എനിക്ക് ഈ ദേവേന്ദ്രനെ പോലെ സ്വർഗത്തിലിരിക്കണമെന്ന് മോഹമില്ല. ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് അങ്ങോട്ടും പോകണമെന്ന് മോഹമില്ല. എന്തെങ്കിലും കുറേ സ്പെഷ്യൽ പവറുകളുള്ള, സിദ്ധികളുള്ള ഒരു ജീവിതം അത് വേണമെന്ന് മോഹമില്ല. മോക്ഷം കൂടി വേണമെന്ന് മോഹമില്ല. ഒറ്റ മോഹേ ഉള്ളൂ, അങ്ങയെ വിടാതെ ഓർത്ത് പോവാറാവണം. അങ്ങയുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കലും വിട്ടു പോകരുത്. അങ്ങനെയാണെങ്കിൽ എവിടെ ഇരിക്കാനും ഒരു വിഷമമില്ല എന്നാണ്. എത്ര കണ്ടുണ്ട് ആ ഭഗവാനോടുള്ള അടുപ്പം. അതുകൂടി വൃത്രനെ സൂചിപ്പിക്കുന്നു. ചിറക് മുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങൾ, പലതരത്തിൽ പറയാം. തീറ്റ തേടി പോയിട്ടുള്ള അമ്മ കൊക്കിലത് ഒളിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ, ദൂരെ നിന്ന അമ്മ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ
ചിറകുണ്ടായിരുന്നെങ്കിൽ വേഗം പറന്ന് അമ്മയുടെ അടുത്തേക്ക് എത്താമായിരുന്നല്ലോ എന്ന് തോന്നുന്ന പോലെ എനിക്ക് ഭഗവാനെ ഒന്ന് കാണാൻ, ഭഗവാനിലേക്ക് എത്താൻ അത്രയധികം ത്വരയുണ്ട് എന്ന് പറയുന്നു, കൊതിയുണ്ട് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ വേറെ ചില വ്യാഖ്യാനങ്ങൾ മറ്റ് വലിയ ചില പക്ഷികളിൽ നിന്നുള്ള പേടിയോട് കൂടിയിട്ട് എത്രയും വേഗം അമ്മയുടെ അടുത്തേക്ക് എത്താൻ കൊതിക്കുന്ന ഒരു ഭാവം എന്നാവാം. ചിറകില്ലല്ലോ. പക്ഷേ അതേപോലെ പൈക്കിടാവിന് യജമാനൻ കെട്ടിയിട്ടത് കൊണ്ട് പാല ചുരത്തി തന്നെ വാത്സല്യത്തോടു കൂടി ലാളിക്കാൻ തയ്യാറായി നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോവാൻ സാധിക്കാത്ത അവസ്ഥ. കെട്ടൊന്ന് അഴിച്ചിട്ട് വേണമല്ലോ ഭഗവാനിലേക്ക് എത്താൻ എന്ന് ഞാനും അതുപോലെ ചിന്തിക്കണമെന്ന്. ഇത് രണ്ടും പറഞ്ഞപ്പോഴും ചില ആചാര്യന്മാരുടെ വ്യാഖ്യാനം നോക്കിയാൽ കാണാം ഒരിത്തിരി കുറവ് പോലെ സംശയമുണ്ട് അത്രേ. എന്താ വെച്ചാല് ആദ്യം ചിറക് മുളയ്ക്കണത് അമ്മയുടെ അടുത്തേക്ക് പറക്കാനാണ് എന്ന് തോന്നും. ചാലും പറന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാലാ മനസ്സിലാവുക ഈ ചിറകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റൂട്ടോ, അമ്മയുടെ അടുത്ത് മാത്രമൊന്നുമല്ല. അപ്പൊ അങ്ങോട്ടൊക്കെ പോകാൻ തോന്നും. യജമാനൻ കെട്ട അഴിച്ചു തന്നാൽ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് പാല് കുടിക്കാൻ എന്നാണ് ആദ്യത്തെ മോഹം എന്ന് വെച്ചാലും ചെന്ന് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തോന്നും ഈ കാലം കൊണ്ട് അങ്ങോട്ടൊക്കെ 2 റൗണ്ട് ഓടിയിട്ട് വരാം എന്ന് തോന്നും. അങ്ങനെയല്ല താൻ ഭഗവാനെ സ്മരിക്കണത്, ഭഗവാനെ ആശ്രയിക്കണത് എന്ന്. പിന്നെങ്ങനെയാ? പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. ദൂരദേശത്ത് കഴിയുന്ന പ്രിയനെ ഓർത്തിരിക്കുന്ന ഒരു പ്രിയയെ പോലെ. വാക്കുകളൊക്കെ കറക്റ്റാ. ഭർത്താവിനെ ഓർത്തിരിക്കണ ഭാര്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ചേരില്ല അത്രേ. കാരണം എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാര് പ്രിയമാരായിക്കൊള്ളണം എന്നില്ല, എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാര് പ്രിയന്മാരായിക്കൊള്ളണം എന്നില്ല. പ്രിയൻ പ്രിയ എന്ന് പറയുമ്പോൾ തമ്മിൽ അത്രയധികം സ്നേഹമുള്ളതും കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. ദൂരദേശത്തുള്ള ആളുടെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുക, എന്നാ കാണുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം കണ്ടുവന്നിരിക്കട്ടെ, കുറച്ചു നേരം കൂടെ അടുത്തിരിക്കുമ്പോഴേക്കും പോവാൻ തോന്നില്ല. പകരം എന്നാ കാണുക എന്ന് ആലോചിച്ച് അതിനു വേണ്ടി കൊതിച്ചിരുന്നിരുന്ന അതേപോലെ തന്നെ അടുത്തെത്തിക്കഴിഞ്ഞാലും അടുത്തുനിന്ന് മാറാതെ ചേർന്നിരിക്കുകയുള്ളൂ. മതി എന്ന് തോന്നിയിട്ട് വിട്ടുപോകലുണ്ടാവില്ല. ഇതുപോലെ ഞാൻ എന്തിനാ ഭഗവാനെ ആശ്രയിക്കണത്, ഭഗവാനെ അത്രയധികം ഓർക്കണത് എന്ന് ചോദിച്ചാൽ എന്നും ഭഗവാനെ ഓർത്തു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നും ഭഗവാനെ മറക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും ഭഗവാനോട് തന്നെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് എന്തിനാ ഭഗവാനെ മുറുക്കെ പിടിക്കുന്നത് ചോദിച്ചാൽ നാളെയും ഓർമ്മ ഉണ്ടാവാനാ. ഇന്ന് ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ടോ എന്തെങ്കിലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളാലോ നാമം ജപിച്ചിട്ടോ എന്തിനാ താൻ ഭഗവാനെ മുറുക്കെ പിടിക്കുന്നത് ചോദിച്ചാൽ നാളെയും ഇത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വല്ല ഉപനിഷത്തുകളും പഠിച്ചുകൊണ്ടാണെങ്കിലും എന്തിനാ ഇന്ന് ആത്മസ്വരൂപത്തെ വീണ്ടും വീണ്ടും സ്വാധ്യായം ചെയ്തുകൊണ്ട് താൻ മുറുക്കെ പിടിക്കുന്നത് ചോദിച്ചാൽ നാളെയും ഇത് വിട്ടു പോവാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് എനിക്കൊന്നും ചോദിച്ചു വാങ്ങാനില്ല. ഭഗവാനെ മറക്കാണ്ടിരുന്നാൽ മതി. ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയായാലും വേണ്ടില്ല, ഏത് സാഹചര്യങ്ങളായാലും വേണ്ടില്ല, ഈ ഒന്നിനെ മറക്കാണ്ടിരിക്കേ വേണ്ടു. എന്തോ ഞാൻ ചൊല്ലേണ്ടു വേണ്ടേനിക്കൊന്നുമേ, എന്താകിലും കണ്ണനോളമില്ല. വിട്ടു പിരിയാതിരിക്കുവാൻ ഞാനിന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. വേണ്ടേനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ. ഒരു നാളും തരി പോലും മാറാതെ കാൽ ചോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ. ഒരു മഹാത്മാവ് എഴുതിയ വരികളാ. പക്ഷേ ഈ സന്ദർഭത്തിനോട് നല്ലോണം യോജിക്കും. ഇത്ര മനോഹരമായ പ്രാർത്ഥനയാ നോക്കൂ. പക്ഷെ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ടാവാറില്ല. നമ്മുടെ ഭക്തിയൊന്നും അങ്ങനെയല്ല. നമുക്കതിൻ്റെ ഗുണവും മനസ്സിലായിട്ടില്ല. അല്ലാച്ചാൽ ഇതുപോലുള്ള സത്രവേദികളിൽ ഇരുന്ന് ഭാഗവതം കേൾക്കുമ്പോൾ ഓരോ കഥ കേൾക്കുമ്പോഴും ഉള്ളിലൊരൊറ്റ മോഹമേ ഉള്ളൂ, ഭഗവാനെ മറക്കരുതെന്ന്. കാരണം എല്ലാ കഥകളിലും ഇതാ പറഞ്ഞു തരുന്നത് ഭക്തിജ്ഞാന വിരക്തി മാർഗങ്ങളാ. നോക്കൂ, ഇതൊക്കെ ടെമ്പററി ആണ് കേട്ടോ. നിലനിൽക്കുന്നത് ഭഗവാനേ ഉള്ളൂ കേട്ടോ. ടെമ്പററി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറച്ചോളൂ, എന്നുള്ള ഭഗവാനിൽ ശ്രദ്ധ വെച്ചോളൂ. ആ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നിർക്കാൻ പറ്റും. ഇത് എല്ലാ കഥകൾക്കും പറയാനുള്ളൂ. ആദിമധ്യ അവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം.
യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപദ്യതേ പുംസഹ ശോകമോഹ ഭയാപഹ എന്നെല്ലാമാണ് ഇതിൽ പറയണേ. ഇപ്പോൾ ഓരോ കഥ കേൾക്കുമ്പോഴും ഈ കഥ പഠിച്ചിട്ട് ഞാൻ വേറെ എവിടെയോ പോയിട്ട് വിളമ്പണമെന്നോ, ഈ കഥ പഠിച്ചിട്ട് എനിക്ക് വേറെ ആരോ ആവണമെന്നോ, ഇതൊന്നും മോഹമില്ലാണ്ടേ ഈ കുറച്ച് നിമിഷങ്ങൾ നാളത്തെ നിമിഷങ്ങളിലും ഭഗവാനെ മറക്കാതിരിക്കാൻ എന്നെ സഹായിക്കണേന്ന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അതുപോലെ ഞങ്ങൾ പറയുന്ന ആചാര്യന്മാർക്കും പ്രാർത്ഥിക്കാൻ സാധിച്ച എത്ര ഭാഗ്യാന്ന് വെച്ചിട്ടുണ്ടോ. ഇതുവരെ അതല്ലേ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ടി വിയിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ടാവുമോ, കഴിഞ്ഞ കൊല്ലം കാണിച്ച പോലെ ഇക്കൊല്ലം കാണിക്കുന്നുണ്ടാവുമോ, ആൾക്കാരൊക്കെ ഇല്ലേ എന്നെ അറിയണുണ്ടാവില്ലയാവോ, ഇവരൊക്കെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും പോയി പറയില്ലയാവോ, എന്തൊക്കെയാ ഓരോരുത്തർക്ക് തോന്നാന്നറിയോ, എല്ലാവർക്കും അതുപോലെയാ തോന്നുക. ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വന്നിട്ട് നല്ല പ്രഭാഷണമായിരുന്നു കേട്ടോ എന്ന് പറയണത് പറയില്ലയാവോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറയണ സമയത്ത് മുഴുവൻ എല്ലാവരും നോക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അതല്ലാണ്ടേ ഇത്തരത്തിൽ കഥ പറയുന്ന സന്ദർഭങ്ങളിലും ഇങ്ങനെയൊന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലും പോലും ഈ ഇരിക്കുന്ന ഒരു 1-1.25 മണിക്കൂർ ഇനിയുള്ള ജീവിത കാലഘട്ടത്തിൽ എല്ലാ നിമിഷങ്ങളിലും ഭഗവാനെ മറക്കാതെ കണ്ടിരിക്കാൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. ഇന്ന് ഭഗവാനെ ഓർക്കുന്നത് എന്തിനാ? നാളെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന ഭാവം. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പോകുന്ന ബാക്കിയെല്ലാം ടെമ്പററിയാന്ന് അത്രയും ബോധമുള്ള വൃത്രന് എന്നീ ദേവേന്ദ്രൻ്റെ സ്വർഗലോകം അടക്കിയെടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിൽ പോലും ചിന്തിക്കണത് അതൊന്നും വേണ്ട, ഭഗവാനോട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രമാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വൃത്രൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഭഗവാനെ. അതെ, ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഈ ദേവേന്ദ്രനെ പോലത്തെ ചില സാധനങ്ങളുടെ കൂടെ കൂടിയാൽ ഈ കോൺസെപ്റ്റൊക്കെ വിട്ടാൽ പോകും. എന്നിട്ടോ ടെമ്പററി ആയിട്ടുള്ള സാധനങ്ങളെ തന്നെ മുറുക്കെ പിടിച്ച് എന്തൊക്കെയോ കാണിച്ച് ജീവിക്കാനാ തോന്നുക. ഞാനും എൻ്റെ ബന്ധുക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊന്നും എന്നും കൂടെ ഉണ്ടാവണതല്ല തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ ഇവരുടെ അടുത്തേക്ക് വന്നതും ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നതും എന്തോ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതും മറന്നുപോയിട്ട് അവിടുത്തെ മായാവലയത്തിൽപ്പെട്ട് ജീവിതത്തിൻ്റെ ഒരു മായിക ലോകത്ത് പെട്ടിട്ട് സത്യത്തെ മറന്ന് യാഥാർത്ഥ്യത്തെ മറന്ന് കുറേ സ്വപ്നങ്ങളുടെ ഒരു ലോകത്തിലൂടെ പോവാവും ഞാൻ ചെയ്യാം. അപ്പം അതിനിടവരുത്തരുത്. പകരം ഉത്തമ ശ്ലോകജനേഷു സഖ്യം, അവിടുത്തെ തന്നെ മുറുക്ക് പിടിച്ചു പോകുന്ന ആൾക്കാരുടെ കൂടെ എന്നും കൂടാറാവണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ചോദിച്ചാൽ കഷ്ടിച്ച് ഇതൊക്കെ ഉറപ്പാക്കി വരുമ്പോഴേക്കും മറ്റേ ആൾക്കാർ വന്ന് വേറെ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ് വേറെ എന്തെങ്കിലും കാണിച്ചാൽ അപ്പം പിന്നെ അതാ ശരിയെന്ന് വിചാരിച്ച് അവരുടെ കൂടെ പോകാൻ തോന്നും. സത്സംഗത്തിൻ്റെ മാഹാത്മ്യം, ഇങ്ങനെയുള്ള ആശയങ്ങൾ കേട്ടിരിക്കാൻ സാധിക്കണതിൻ്റെ, ചിന്തിക്കാൻ സാധിക്കണതിൻ്റെ, അത് പകർന്നു തരുന്നവരുടെ കൂടെ കൂടാൻ സാധിക്കണതിൻ്റെ ഭാഗ്യവും വൃത്രാസുരൻ അവിടെ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഈ വൃത്രാസുരൻ്റെ ഉജ്ജ്വല ഭക്തി എന്ന് പറയുമ്പോൾ ഒരു രംഗം കൂടി ഓർക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതെല്ലാം ദേവേന്ദ്രൻ്റെ മുമ്പിൽ നിന്ന് സ്വയം പറയുന്ന വൃത്രൻ, ഒരു വല്ലാത്ത ഭാവം കാണിക്കുന്ന വൃത്രൻ, പിന്നെ ചിന്തിക്കണത് എത്രയും വേഗം ഈ രാക്ഷസ ശരീരം അങ്ങോട്ട് പൊക്കോട്ടെ എന്നാ. ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത ശരീരമാണ്. വെട്ടി വീണ് കഴിഞ്ഞാൽ കുറേ മൃഗങ്ങൾക്കെങ്കിലും ഭക്ഷിക്കാം, അതല്ലാണ്ട് ഒരു ഉപകാരവും ഇതുകൊണ്ട് ഉണ്ടാവില്ല. പൊയ്ക്കോട്ടെ എന്ന് തീരുമാനിക്കുക. ഈ യുദ്ധത്തിൽ ജയിച്ച് തനിക്ക് സ്വർഗം നേടുന്നതിനേക്കാൾ വലുത് ഇതാണ് എന്ന് വിചാരിച്ചും കൊണ്ട് ആ യുദ്ധത്തിൽ വൃത്രൻ്റെ ഒരു കയ്യ് ദേവേന്ദ്രൻ മുറിക്കും. നല്ലൊരു ആയുധം എടുത്തിട്ട് ദേവേന്ദ്രൻ്റെ താടിയല് നോക്കിയിട്ട് വൃത്രനെ ഒന്നാ കൊടുക്കും. ദേവേന്ദ്രൻ്റെ കയ്യിലുള്ള വജ്രായുധം വൃത്രൻ്റെ മുന്നിലാ വന്ന് വീണിരിക്കണേ. ദേവേന്ദ്രന് നാണം, പേടി, ചമ്മല്. അപ്പോൾ വൃത്രൻ ദേവേന്ദ്രനെ ബട്ട വാ ഇതെടുക്ക്, എന്നിട്ട് അവിടെ പോയി നിൽക്ക്, എന്നിട്ട് യുദ്ധം ചെയ്യുന്നൊക്കെ പറയുക. അപ്പോഴങ്ങനെ ആകെപ്പാടെ താൻ ഒന്നും അല്ലാണ്ടായ അവസ്ഥയിലാണ് ദേവേന്ദ്രൻ അവിടെ നിൽക്കണേ. ആ സമയത്ത് ഇതേ ഭക്തനായിട്ടുള്ള വൃത്രൻ്റെ വാക്കുകൾ, തനിക്ക് എവിടെയാ കുഴപ്പമെന്നറിയോ, താൻ തോൽക്കോ ജയിക്കുമോ തോൽക്കോ ജയിക്കുമോ തോൽക്കോ ജയിക്കുമോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കണോട്ടാ തനിക്ക് കൺഫ്യൂഷനൊക്കെ വരണേ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് മുറുക്ക പിടിക്കാൻ പോലും പറ്റുന്നില്ല. അത് പഠിക്കണേക്കാൾ ശ്രദ്ധ ജയിക്കുമോ തോൽക്കോ എന്നുള്ളതിലേക്കാണ്. അത് വേണ്ട. ഒരിക്കലും ഒരേ ആൾ തന്നെ ജയിക്കുക, ഒരേ ആൾ തന്നെ തോൽക്കുക, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും വാസ്തവത്തിൽ ജയിക്കണത് ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ആരാത്? ഉൽപ്പത്തിലയസ്ഥിതീശ്വരം സർവജ്ഞമാദ്യം പുരുഷം സനാതനം. നമ്മളൊക്കെ കുറേ നമുക്ക് പ്രവർത്തിക്കാന്നല്ലാണ്ട്
റിസൾട്ടിന് വേണ്ടി മറ്റുള്ളവരുടെ പെരുമാറ്റവും അവരുടെ പ്രവർത്തനവും കൂടി ആശ്രയിക്കുന്ന ആളാണ്. ഞാൻ വിചാരിച്ച പോലെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും വിചാരിക്കണം. നമുക്ക് ശരിക്കും ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളൊക്കെ പരാശ്രയന്മാരാണ്, പരാധീനന്മാരാണ്. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനാണ് എല്ലാവരിലെയും അന്തരാത്മാവായി ശോഭിച്ച് തൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഇവിടെ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് സംഭവിച്ചാലും ഭഗവത് നിശ്ചയമാണ്, ഭഗവാനെ ജയിക്കുന്നുള്ളൂ. അത് തിരിച്ചറിയുക. നമ്മൾ കേവലം കളിപ്പാട്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വൃത്രൻ അവിടെ പറഞ്ഞു കൊടുക്കണ മഹത്തായ ഉപദേശം, ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും അവനവന് ചെയ്യാനുള്ളതിനെ ഭംഗിയായിട്ട് ചെയ്യുക. റിസൾട്ട് എന്തായാലും അത് ഭഗവത് പ്രസാദം, ഭഗവത് ലീല എന്ന രീതിയിൽ സ്വീകരിക്കാറാവുക. വൃത്രൻ പറയുന്നു, തസ്മാൽ ആ കീർത്തി യശസോഹോ ജയാപജയയോരപി സമസ്യാൽ സുഖ ദുഃഖാഭ്യാം മൃത്യു ജീവിതയോസ്തഥാ. ജയം, തോൽവി, നല്ല പേര്, ചീത്തപ്പേര്, ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ സുഖം എന്ന് തോന്നുന്നത് അത് വിട്ടുപോയിട്ട് ദുഃഖം എന്ന് തോന്നുന്നത്, ഇതെല്ലാം മാറി മാറി വരും. നമ്മൾ അതിനെയെല്ലാം ഒരേ ഭാവനയോടുകൂടി കാണുന്ന ആൾക്കാരാവുക. ചെയ്യാനുള്ളത് ഭംഗിയായിട്ട് ചെയ്യുക, പിന്നെ നടക്കണത് എന്താ വെച്ചാൽ അതിനെ അത്തരത്തിൽ സ്വീകരിക്കാറാവുക. നമ്മളോട് ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി, ദേവേന്ദ്ര, നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുറുക്കെ പിടിച്ച് ഭംഗിയായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നടക്കേണ്ടത് എന്താ വെച്ചാൽ അത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് നടന്നോട്ടെ എന്ന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ, സത്വഗുണത്തിലുള്ള ആള് എന്ന് പറയപ്പെടുന്ന ദേവലോകത്തെ ദേവേന്ദ്രൻ പോലും ദാനവനായ ഈ വൃത്രനെ കൈകൂപ്പി തൊഴുതും കൊണ്ടാ പറയണത്, അഹോ ദാനവ സിദ്ധോസി യസ്യതേ മതിരി ഈദൃശീ ഭക്ത സർവാത്മനാത്മാനം. അങ്ങ് വലിയ ഭക്തനാണ് എന്ന് പറയുന്നു. അങ്ങേപ്പോലെ ഒന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് ആയിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോഴും ഈ സ്വർഗവും കുറേ സൗകര്യങ്ങളൊക്കെയാ വലുത്, ഈ ആർഭാടങ്ങളൊക്കെയാ വലുത്, ഈ ടെമ്പററി ആയതൊക്കെയാ വലുത്. അതൊന്നും ടെമ്പററി ആണെന്ന് ബോധിച്ച് അറ്റാച്ച്മെന്റ് വിടാനൊന്നും ആയിട്ടില്ല. അങ്ങേക്കോ വിക്രീഡതോ മൃതാംബോധൗ കിം ക്ഷുദ്രയ്യ ഘാതകോദകൈ. വലിയ അമൃത അംബോധിയില് മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തിരി ചളിവെള്ളം കണ്ടിട്ട് എന്ത് ഇഷ്ടമുണ്ടാവാനാണ്? അതിനോട് എന്താ താല്പര്യം തോന്നാതെ അതിനും അപ്പുറത്തെ ഒരാനന്ദത്തിലാണ് അങ്ങ് കഴിയണത് എന്ന് പറയുന്നു. ദേവേന്ദ്രൻ്റെ കൂടി സർട്ടിഫിക്കറ്റാ. ടെമ്പററി ആയതിൽ ശ്രദ്ധയില്ലാതെ പെർമനൻ്റായ ഭഗവാനിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ ആ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അനുഭവിക്കുന്ന പരമാനന്ദം ക്ഷണികങ്ങളായിട്ട് ചിലത് കണ്ടിട്ടോ കേട്ടിട്ടോ കിട്ടുന്ന ചെറിയ 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 സുഖങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ 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 വലുതാണ്. ആ ആനന്ദമാണ് വൃത്രന് ലഭിച്ചിരിക്കുന്നത്. ആ ഭാവത്തിലാണ് വൃത്രൻ ശോഭിക്കുന്നത്. പിന്നെ യുദ്ധം നടക്കും. വൃത്രൻ്റെ രണ്ടാമത്തെ കയ്യ് പോവും. വൃത്രൻ ദേവേന്ദ്രനെ വിഴുങ്ങും. വയറ് തുറന്ന് ദേവേന്ദ്രൻ പുറത്തേക്ക് വരും. വൃത്രൻ്റെ ശരീരം മുറിക്കും. ആർക്കും പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ സാധിക്കാത്ത ആ ഒരു ഗതിയാണ് വൃത്രൻ ഉണ്ടായത് എന്നും അവിടെ പറയും. പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് കാണിച്ചു തരണേ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുന്ന ഒരു രാക്ഷസ യോനിയിലിരുന്നിട്ട് പോലും, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ തോന്നുന്ന, തോൽപ്പിക്കാൻ തോന്നുന്ന ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ട് പോലും ഇത്ര ഉറച്ചൊരു ഭക്തി. കൃഷ്ണേ ദൃഢമതിഹി. അതായിരുന്നു വൃത്രൻ്റെ പ്രത്യേകത. ഒരസുരനായിട്ട് പോലും നമുക്കത് ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ വൃത്രന് ഇത്തരത്തിലുള്ള ഭക്തി ഉണ്ടാവാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർവ്വജന്മത്തിൽ ആ അനുഭവങ്ങളിലൂടെ വന്നതുകൊണ്ടാണ്. നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഇത്തരത്തിലൊരു ഭക്തിയാണ്. പേരെന്തും വിളിക്കാം. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി എന്ന് പറഞ്ഞാലും, ഭഗവാനെ മറക്കാണ്ടിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാലും, രണ്ടിൻ്റെ ഇടയിലിരുന്നിട്ട് കെയർ ഓഫ് നാരായണനായിട്ട് എനിക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്രസ്സ് ഉള്ളൂ, അതെന്നും ഓർമ്മ വേണേ എന്നുള്ള രീതിയിലായാലും എത്തേണ്ടത് അങ്ങടാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ടെമ്പററി ആയത് പലതും വിട്ടു പോകുമ്പോൾ പഠിച്ച് ആ സമയത്തെല്ലാം പഠിപ്പിച്ചു തരാനുള്ള നല്ല സജ്ജനങ്ങളുടെ സാന്നിധ്യം കിട്ടി ക്രമേണ എന്തൊക്കെ ചുറ്റുപാടുകൾ മാറി മറിയുമ്പോഴും മാറാതെ നാരായണ പരായണനായിട്ട് പ്രശാന്ത ആത്മാവായിട്ട് ഇരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കും. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ.